കുറച്ച് പേരൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. നമ്മുടെ ടൈം ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോയിൽ വരികയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. Okay. Good evening to all. I am Shajana from Thrissur, കൊണ്ടോട്ടി യൂണിവേഴ്സൽ അക്കാഡമിയിലെ സൈക്കോളജി സ്റ്റുഡന്റ് ആണ്. ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നതിനായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അപ്പോ ഏതൊരു പ്രവൃത്തി തുടങ്ങുമ്പോഴും നമ്മള് പ്രയർ കൂടാതെ വോയിസ് അപ്പൊ നമ്മുടെ മ്യൂട്ട് ചെയ്താൽ നല്ലതായിരുന്നു. അതെ, ആരോ അറിയാതെ അൺമ്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഏതൊരു പ്രവൃത്തി തുടങ്ങുമ്പോഴും നമുക്ക് പ്രയർ കൂടാതെ പറ്റില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമും നമുക്ക് പ്രയറിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പ്രയർ ചൊല്ലുന്നതിനായിട്ട് ഞാൻ സുൽഫത്തിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സുൽഫത്ത് ലേണിംഗ് ഡിസബിലിറ്റിയിലെ ഒരു സ്റ്റുഡന്റ് ആണ്. സുൽഫത്ത് ഇതിലുണ്ടോ? ജോയിൻ ആയിട്ടുണ്ടോ? ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സുൽഫത്ത്. അപ്പോൾ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വായുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയെ വിധി പറയും ദിവസത്തിൻ ഏകാധിപനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമർത്തിപ്പതും തിരുമുമ്പിൽ. നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർതൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വയല്ല സന്മാർഗഭ്രഷ്ടർ തൻ വയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വായുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും, അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു. താങ്ക് യു സുൽഫത്ത്. നല്ലൊരു പ്രാർത്ഥനയിലൂടെ തന്നെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമുക്കിന്നറിയാം ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ഒരു മനുഷ്യന്റെ രോഗങ്ങളെ കുറിച്ച് മാത്രമല്ല നമ്മൾ അറിയേണ്ടത്, നമ്മളുടെ മനസ്സിനെ കുറിച്ചും നമ്മൾ അറിയേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ചിരിയുടെ പിന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന വേദനകൾ, അതുപോലെ തന്നെ നിശബ്ദതയുടെ പുറകിൽ നമ്മൾ ഒളിപ്പിച്ചിരിക്കുന്ന ഓരോ പോരാട്ടങ്ങൾ തുടങ്ങി എല്ലാ പ്രയാസങ്ങളെ കുറിച്ചിട്ടും നമുക്ക് കേൾക്കാനും മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒക്കെ അവസരങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടേണ്ട ആത്മവിശ്വാസം, എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നിവിടെ നമ്മുടെ സാറ് ആർ യു ഓക്കെ എന്നുള്ള ഒരു വിഷയത്തിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ നമ്മുടെ ഷാഫി കളത്തിങ്ങൽ നമ്മുടെ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ EMEA ട്രെയിനിങ് കോളേജിലെ സൈക്കോളജി അസിസ്റ്റന്റ് പ്രൊഫസറാണ്, കൊണ്ടോട്ടിയിലാണ്. അതുപോലെ തന്നെ കൊണ്ടോട്ടിയിലെ യൂണിവേഴ്സൽ അക്കാഡമി ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറും DMS മലബാർ ഹോസ്പിറ്റലുകളിലെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ട്രെയിനർ, ഓതർ എന്നീ മേഖലകളിലെല്ലാം നമ്മുടെ സാറ് സജീവമാണ്. അപ്പൊ നമ്മുടെ സാറിനെ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. ഷാഫി സാർ. Yeah, 1 minute.
Good evening, everybody. Good evening. ഗുഡ് ഈവനിങ് സർ. എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. ഇന്ന് യൂണിവേഴ്സൽ അക്കാദമി ഓഫ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ്റെ ഒക്ടോബർ 10 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേയിൽ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ നിർബന്ധമായും കണക്ട് ചെയ്തിരിക്കേണ്ട, ചിന്തിക്കേണ്ട വലിയൊരു സംഭവമാണ്. ഇന്ന് ചില കുട്ടികളൊക്കെ എനിക്ക് പേഴ്സണലായി മെസ്സേജ് അയച്ചിരുന്നു, സാറേ ഇന്ന് തോട്ടൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ട്. പണ്ട് ഇങ്ങനെയുള്ള എല്ലാ ഡേയിലും നമ്മൾ തോട്ടും അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളിലേക്ക് പോകാറുണ്ട്. ഈ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾ, ഏകദേശം 50ഓളം വരുന്ന ആളുകൾ ഇന്ന് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്നത്തെ തോട്ടിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഡേൻ്റെ ഇമ്പോർട്ടൻസ്, റെലവൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരു പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും ഒരു അപ്രീസിയേഷനും. കാരണം നിങ്ങളുടെ ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സമയം നിങ്ങളതിന് വേണ്ടി മാറ്റിവെക്കുന്നു. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഈ ആർ യു ഓക്കെ എന്ന് പറഞ്ഞ തലക്കെട്ടോട് കൂടിയുള്ള സെഷൻസിൽ ഒരു ഹാഫ് ആൻ അവർ സെഷനിൽ എന്തൊക്കെയാണ് ഈ സാറ് തരാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ള, ആർ യു ഓക്കെ? ചാറ്റ് ബോക്സ് നിങ്ങളുടെ മുമ്പിൽ റെഡിയാണ്. ചാറ്റ് ബോക്സ് ഓൺ ആക്കാം, നിങ്ങൾക്ക് ചാറ്റ് കമൻറ്റ് ചെയ്യാം. ദാറ്റ് വിൽ ബി മോർ ഈസി. നമുക്ക് ഇൻട്രാക്ട് ചെയ്യാതായിരിക്കും കൂടുതൽ സൗകര്യം എന്ന് വിചാരിക്കുന്നു. മൈക്ക് ഓൺ ആക്കി വരുമ്പോഴേക്കും സമയമെടുക്കും. ആർ യു ഓക്കെ? യെസ്. മുനീറ, ഷാക്കിർ, മുനീറ രണ്ടുപേര് യെസ് പറഞ്ഞിരിക്കുന്നു. ആതിര, വിജയൻ, അനീഷ, ഷെജിന, ഫർസാന, റംഷിദ, സുൽഫത്ത്, അങ്ങനെ ഷൈനി, ഷാഹില, ഫസ്ന, ദെൻ റാഹില, ഓക്കെ, ഫാത്തിമ, ഹിബ, ഓക്കെ, വെരി ഗുഡ്. ലമീസ നമ്മുടെ റാങ്കുകാരി, ഓക്കെ, ഗുഡ്. ദെൻ അപ്പോൾ ഒത്തിരി പേര് ഒറ്റയടിക്ക് ആർ യു എന്ന് ചോദിച്ച സമയത്ത് യെസ് എന്ന് പറഞ്ഞ് ചാടി ഉണർന്ന കുറേ ആളുകളുണ്ട്. കുറേ ആളുകൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, സാറിന് റിപ്ലൈ കൊടുക്കണോ, ടൈപ്പ് ചെയ്യണോ, വേണോ, ചെയ്യണ്ടേ, ക്ലിക്ക് ചെയ്യണ്ടേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലൈഫിന് ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിലേക്ക് ഒരു സമയം, ഒരു ടൈം, അറ്റ് എ ടൈം നമ്മുടെ മുമ്പിലേക്ക് ഒരു ചോദ്യം വരും. ആ ചോദ്യത്തിന് നിങ്ങൾ എത്ര ഫാസ്റ്റായിട്ട് ആൻസർ പറയുന്നു, ദാറ്റ് ഈസ് യുവർ ലൈഫ്. കറക്റ്റ്? Our life is a problem solving mechanism. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനിങ് ടു എൻഡ് ഇറ്റ് ഇസ് എ പ്രോബ്ലം സോൾവിങ് മെക്കാനിസം. നമ്മൾ നമ്മുടെ പാരൻസിൻ്റെ ബോഡിയിലുള്ള സമയത്ത് അത് ഒരു സ്പേമിൽ നിന്ന് നമ്മൾ സൈഗോട്ടായി, എംബ്രിയോ ആയി, ഫീറ്റസ് ആയി ഭൂമി ലോകത്തേക്ക് എത്തുന്നത് എല്ലാം ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിരുന്നു, അല്ലെങ്കിൽ ചില ചലഞ്ചുകളുടെ ആൻസേഴ്സ് ആയിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ആർ യു ഓക്കെ എന്ന് നമ്മളോട് ആരെല്ലാം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, നീ ഓക്കെ അല്ലേ മോളെ, എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രഗ്നൻസി സമയത്താണ് പ്രത്യേകിച്ച് അങ്ങനെ ചോദിക്കുക. അത് കഴിഞ്ഞ് ഭൂമി ലോകത്തോട്ട് എത്തിയിട്ട് കുഞ്ഞിൻ്റെ ഓരോ മൈക്രോ ലെവൽ കാര്യങ്ങളെയും നഴ്സുമാർ ഇങ്ങനെ നോക്കി 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 റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ മണിക്കൂറിൽ അറിയൂ ഓക്കെ, അറിയൂ ഓക്കെ, അറിയൂ ഓക്കെ. നമ്മൾ വലുതായ സമയത്ത് നമ്മളോട് ആളുകൾ ചോദിച്ചു അറിയൂ ഓക്കെ. പിന്നീട് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഈ ആർ യു ഓക്കെ എന്നുള്ള ചോദ്യം കിട്ടാതാകുമ്പോൾ നമ്മളെ മനസ്സിന് ചെറിയ ഇഷ്യൂസ് വരും. കറക്റ്റ്? അപ്പോൾ നിങ്ങൾ ഹൗ ഫാസ്റ്റ്ലി യു ആർ ആൻസറിങ് ഇൻ ടു യുവർ ലൈഫ്, ദാറ്റ് ഡിസൈഡിങ് യുവർ ലൈഫ് എന്നുള്ളതാണ് നമ്മൾ ബിഗിനിങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നേരത്തെ നമ്മുടെ കോർഡിനേറ്റർ സൂചിപ്പിച്ച പോലെ എനിക്ക് ജീവനുള്ള ഒരുപാട് മുഖങ്ങളെയാണ് എനിക്ക് കാണേണ്ടത്. ജീവനുള്ള ക്ലാസ് റൂമാണ്. ഞാൻ എല്ലാ ക്ലാസ് റൂമിൽ പറയുന്നത് പോലെ എല്ലാവരും വീഡിയോ ഓണാക്കി എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾ ജീവനുള്ള ആളുകളെ മുമ്പിൽ കാണുമ്പോൾ പ്രസൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ജീവനാണ്. ഒരു ഹാഫ് ആൻ അവർ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എന്നുകൂടി ഓർമ്മിക്കാം. ഓക്കെ, ഈ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്കെഡ്യൂൾ ചെയ്ത നമ്മുടെ PG യൂണിവേഴ്സൽ അക്കാദമിയുടെ സൈക്കോളജി വിഭാഗം, PG ഡിപ്ലോമ കൗൺസിലിംഗ് സൈക്കോളജിയുടെ സ്റ്റുഡൻസിനെയും മറ്റു എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ പ്രോഗ്രാം PD ആയിട്ടുള്ള ഷാക്കിർ മുതൽ ഇതിൻ്റെ ഓർഗനൈസിങ് ഇൻട്രോ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഷെജിന, ബാക്കി പ്രെയർ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അഗെയിൻ ഐ ആം മൂവിങ് ഇൻ ടു ദ ടോപ്പിക്, വാട്ട് ഡസ് ദ മീൻ മെൻ്റലി ഹെൽത്തി എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ ആളുകളും, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും, കഴിഞ്ഞ ദിവസം ഒരു സ്റ്റഡീസിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു ഇത്ര പെർസെൻറ്റേജ് ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 42.3% ആളുകൾക്ക് എപ്പോഴൊക്കെയോ ആ മരിക്കാനുള്ള ആഗ്രഹം തോന്നി തുടങ്ങി എന്നുള്ളതാണ്. എപ്പോഴൊക്കെയോ നമ്മുടെ മുമ്പിലുള്ള ആളുകൾക്ക് അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള ആളുകളിലേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നൊരു കൺഫ്യൂഷനോടുകൂടി, ടെൻഷനോടുകൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മുമ്പ് ഒരു ദിവസം എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, എനിക്ക് വളരെ ക്ലോസ് അല്ല എന്നിരുന്നാലും എൻ്റെ സുഹൃത്ത് എന്ന് പറയാം, അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ എന്നെ വിളിക്കുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു, ഷാഫി നിന്നൊന്ന് കാണണം, എനിക്ക് എൻ്റെ ഫാമിലിയുമായി നിൻ്റെ അടുത്തൊന്ന് വരണം, നിന്നോട് സംസാരിക്കണം.
ഞാൻ പറഞ്ഞു ഓക്കെ അതിനെന്താ എവിടെ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഓഫീസിലല്ല ഉള്ളത്, ഞാൻ എൻ്റെ EMEA കോളേജിലാണുള്ളത്. ഓക്കെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി വന്നോളൂ. സൈക്കോളജി ലബോറട്ടറി സാധാരണ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഓപ്പൺ ആക്കാറുള്ളത്. ഞങ്ങൾക്കൊരു പ്രൈവസിക്ക് വേണ്ടി അത് റൂം ഓപ്പൺ ആക്കി അവിടെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അവർ വന്നു, കറക്റ്റ് സമയത്ത് അവരെത്തി. അവർ 3 കുട്ടികളും അച്ഛനും അമ്മയും വന്നു മുമ്പിലിരുന്നു. അപ്പോൾ ഞാൻ ഓരോ കുട്ടികളുടെയും പേരുകൾ ചോദിച്ച സമയത്ത് ഓരോ കുട്ടികളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. 3ാമത്തെ ആളും പേര് പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു പേരൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, ഒരു വെറൈറ്റി ആയിട്ടൊരു പേര് പോലെ എനിക്ക് തോന്നി. അവരെല്ലാം ബോൺ ആൻഡ് ബ്രോട്ടപ്പ് അബ്രോഡ് ആയിരുന്നു, ഇപ്പോൾ നാട്ടിലാണ് കുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം നിറഞ്ഞ കണ്ണുകളോടുകൂടി എന്നോട് പറഞ്ഞു, ഷാഫി ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അവൾ കഴിഞ്ഞ ഒരു 2 വീക്സ് മുമ്പ് അവൾ സൂയിസൈഡ് ചെയ്തു, ഞങ്ങൾ വിട്ടുപോയി. ഞാൻ ഞാൻ എനിക്കൊരിക്കലും അത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ വീട്ടിലെ എൻ്റെ താഴെ നിലയിലെ എൻ്റെ കോണിക്കൂട്ടിന് താഴെയുള്ള ചെറിയ ബാത്റൂം അവൾ ഹാങ് ചെയ്യാണ് ചെയ്തത്. അവളുടെ കാലും തറയും തമ്മിൽ ഇത്ര വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും ഹൈറ്റ് കുറഞ്ഞ ബാത്റൂമിലാണ് അവൾ ചെയ്തത്. എൻ്റെ വൈഫ് പെട്ടെന്ന് അവളുടെ റൂം തുറക്കാതിരിക്കുന്ന വാതിൽ തള്ളി തുറക്കുകയും ആ ഒരു വീഡിയോ കോൾ ഗൾഫിൽ നിന്ന് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ട് നോക്കി നമ്മളെ മോള് ചെയ്തത് എന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ കാണിച്ചത് ആ ഒരു വല്ലാത്ത മൊമെൻ്റൊന്നും എൻ്റെ മൈൻഡിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. ഞങ്ങളിപ്പോൾ വന്ന കാര്യം എന്ന് വെച്ചാൽ അവർ മരിക്കുന്നതിന് മുമ്പ് 3 കത്തുകൾ എഴുതി വെച്ചിരുന്നു. അവൾ 3 കത്തുകൾ എഴുതി വെച്ചിരുന്നു. അവൾ എഴുതി വെച്ച കത്തുകൾ ഒന്ന്, ഓ മൈ ഓഗസ്റ്റ് 18 ഹൗ ആർ യു, ഐ വിൽ നോട്ട് ബി ഇൻ ദിസ് വേൾഡ് വെൻ യു റീഡ് ദിസ് ലെറ്റർ. എൻ്റെ അമ്മയ്ക്കാണ് ആ കുട്ടി കത്ത് എഴുതിയത്. അമ്മയെ ഇങ്ങനെയാണ് വിളിച്ചത്. ഓഗസ്റ്റ് 18 അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ആ ഡേറ്റ് ഓഫ് ബർത്തിനെ കണക്കാക്കിക്കൊണ്ട് പറയുകയാണ്, ഓഗസ്റ്റ് 18 നിങ്ങൾ ഈ കത്ത് വായിക്കുന്ന സമയത്ത് ഞാൻ ഈ ലോകത്തുണ്ടായിരിക്കില്ല. ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് ആ കത്തിൽ പിന്നെ ആ കത്ത് വായിച്ച് നമുക്ക് തീർക്കാൻ പറ്റുക. മറ്റൊരു കത്ത് ഫാദറിനാണ്, മറ്റൊരു കത്ത് സിബ്ലിങ്സിനാണ്. ഈ ഒരു കത്തിൽ പോലും അവളുടെ സങ്കടങ്ങൾ അവൾ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ അവൾ ഒരു കാര്യം പറയുന്നു, ഞാൻ ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ കുട്ടി ഷി വാസ് എ ടോപ്പർ ഓഫ് ദി സ്കൂൾ. വയലിൻ, തബല, മ്യൂസിക്, എന്തെല്ലാം പരിപാടികളുണ്ടോ അതിലെല്ലാം ആ കുട്ടി ഉണ്ടായിരുന്നു. അറിഞ്ഞില്ല ആ കുട്ടിയുടെ ഹൃദയത്തിൽ മനസ്സിൽ എന്തോ ഒരു സങ്കടം ഓടിച്ചാടി നടക്കുന്നത്. നമ്മൾ മെൻ്റലി ഹെൽത്തി പേഴ്സൺ ആണെന്ന് ചിന്തിക്കുമ്പോൾ, നമ്മൾ ഭയങ്കര അടിപൊളിയാണെന്ന് ചിന്തിക്കുമ്പോൾ, ഇന്നത്തെ സെഷൻസിലൂടെ നിങ്ങളെ ഹൃദയത്തിലേക്ക് എടുക്കേണ്ട ഒരു ചോദ്യം, ആർ യു സേഫ്, ആർ യു ഓക്കെ എന്നുള്ള ചോദ്യം നമ്മുടെ കൂടെയുള്ള ആളുകളോട് ചിലപ്പോഴെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ഇടയ്ക്കെങ്കിലും പറയുകയാണെങ്കിൽ, ചിലപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെയിൻ അനുഭവിക്കുന്ന ഹൃദയങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചേക്കാം. കറക്റ്റ്. അപ്പോൾ ഇന്ന് മെൻ്റൽ ഹെൽത്ത് ഡേയുടെ ഭാഗമായിട്ട് മെൻ്റലി ഹെൽത്തി പേഴ്സൺ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറലി നിങ്ങൾ എന്താ പറയാ? ഗിവ് മീ ആൻസർ. ആരാണ് മെൻ്റലി നല്ല ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ? ടൈപ്പ്. ഓക്കെ, 5 സെക്കൻഡ് ടൈപ്പ് ചെയ്യാം കേട്ടോ. 5, 4, ആരാട്ടാ മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ആള്? 3, മെന്റലി ഹെൽത്തി ആയിട്ടുള്ള 2, ഒരാൾ ആരാന്നോ? മീൻസ് അങ്ങനെയല്ല, എന്താണ് ഒരു 2, ലക്ഷണം? 1, 0. ഓക്കെ, ടൈപ്പ്. ഓക്കെ, മെസ്സേജ് ചാറ്റ് ബോക്സിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. മെസ്സേജ് വന്നിട്ടുള്ളത് ഹാപ്പി ആയിരിക്കുന്നവരാണെന്നാണ് ഹസ്ന പറയുന്നത്. സഫാൻ പറയുന്നത് ഞാനാണ് ഏറ്റവും വലിയ മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ എന്നുള്ളതാണ്. മുനീർ പറയുന്നത് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഫിസിക്കലി ഹെൽത്തി ഉള്ള ആളാണ് മെൻ്റൽ ഹെൽത്തി എന്ന് പറയുന്നു. ആൾവേസ് ഹെൽത്തി പേഴ്സൺ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, പിന്നെ ഹാപ്പി പേഴ്സൺ ആണെന്ന് പറയുന്നു. ഷൈനി പറയുന്നു ഹു ഇസ് ഹാപ്പി ഇൻസൈഡ് ആൻഡ് ഔട്ട്. ഓക്കെ, അടിപൊളി. സുൽഫത്ത് പീസ് ആയിരിക്കുന്ന ആളുകളാണ്. ഫാത്തിമ ഹിബ പറയുന്നു പീപ്പിൾ ഹു ആക്സെപ്റ്റ് ദംസെൽഫ്, സ്വയം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഏറ്റവും മെൻ്റലി ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നു. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ എല്ലാവരും പേനയും പേപ്പറും ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യു മൈറ്റ് ബി കെയിം ഫോർ ദ ലേണിംഗ്. ഇനി ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ല എന്ന് വിചാരിക്കുക. നിങ്ങളെ ഇടത് കൈ ഇങ്ങനെ പിടിക്കുക. ഇടത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ ഓരോരുത്തരെയും മനസ്സിൽ കാണാം. 1, 2, 3, 4, 5 5 മെമ്പേഴ്സിനെ മനസ്സിൽ കാണാം. നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, നിങ്ങളുടെ മക്കളാവാം, ആരും ആയിരിക്കാം. നിങ്ങൾ കാണാം. ഇതിൽ ഹെൽത്തി മെൻ്റലി ഹെൽത്തി ആണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുള്ള എല്ലാ വിരലുകളും ഒന്ന് മടക്കിക്കേ. ഇതിപ്പോൾ 5 പേരെ നിങ്ങൾ കണ്ടു. ഈ 5 പേര് അതിൽ മെൻ്റലി ഹെൽത്തി ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ആ വിരലുകളൊക്കെ ഒന്ന് മടക്കിക്കേ. ഒരു നല്ല മെൻ്റലി ഹെൽത്തിയാണ്.
നമുക്ക് പല ആളുകളുടെയും വിരലുകൾ 1, 2, 3 ആളുകൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇയാൾക്ക് ഓക്കെ ആയിരിക്കും അല്ലേ, ഇയാൾ അത്ര ഹെൽത്തി അല്ല, ഈ ഇങ്ങനെ 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 ഇങ്ങനെ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ കൂടെയുള്ള ഏറ്റവും കോറായിട്ടുള്ള, ഹാൻഡ്സ് ഡൗൺ, നമ്മുടെ കൂടെയുള്ള ഏറ്റവും കോറായിട്ടുള്ള 5 ആളുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 5 ആളുകൾ പോലും മെൻ്റലി ഹെൽത്തി അല്ല എന്ന് നമ്മൾ ഇന്ന് ഇപ്പോൾ ഈ നിമിഷം തിരിച്ച് അറിഞ്ഞിരിക്കുന്നു. കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ മെൻ്റലി ഹെൽത്തി പേഴ്സൺ എന്ന് പറയുമ്പം നമുക്കൊരു കംപ്ലീറ്റ് പിക്ചർ ഓഫ് വെൽനെസ് എപ്പോഴും ഭയങ്കര ചിരിച്ചിരിക്കുന്ന, ഭയങ്കര അടിപൊളിയായിരിക്കുന്ന, ഭയങ്കര തമാശ പറയുന്ന, ഭയങ്കര കൂളായിരിക്കുന്ന, ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കുന്ന ഒരാളെയാണ് പൊതുവേ നമ്മൾ എന്താ പറയുക, എന്ത് മനുഷ്യനല്ലേ, എന്തൊരു കൂളല്ലേ, എന്തൊരു തമാശയല്ലേ, ആൾ സിറ്റുവേഷൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ദമ്മല്ലേ എന്ന് നമുക്ക് തോന്നാം. കറക്റ്റ് അല്ലേ? പക്ഷേ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും ഏറ്റവും വലിയ ഇമോഷൻസിൻ്റെ അങ്ങേയറ്റത്തെ ആളുകൾ, ജനറലി കേട്ടോ. എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിച്ച് ഷാഫി സാർ ഇന്ന് ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞിട്ട് അതുകൊണ്ട് ചിരിക്കുന്നതോടൊക്കെ അനക്ക് എന്താ വിഷമില്ലേ എന്ന് ചോദിച്ചിട്ട് ചില ആൾക്കാർക്ക് വിഷമില്ലാത്ത മനുഷ്യന്മാർ ലോകത്താരും ഇല്ലാത്തതുകൊണ്ടോ എന്ത് പറയും, എനിക്ക് വിഷമമുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും പറഞ്ഞേക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് ജനറലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങൾ. നിങ്ങളെല്ലാം ചില സിറ്റുവേഷൻസിൽ നിങ്ങളുടെ കമ്പനിയിലോ നിങ്ങളുടെ വർക്കിംഗ് സ്പേസിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മളൊരു ജാടത്തേണ്ടി അങ്ങനെ ഭയങ്കര ഓവറാക്കലെന്നൊക്കെ പറയും. പക്ഷെ സത്യത്തെ അയാളുടെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ക്ലിയർ? റൈറ്റ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്, ഒരു കംപ്ലീറ്റ് പിക്ചർ ഓഫ് വെൽനെസ് എന്ന് പറയുമ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇമോഷണൽ ആയിട്ട് കാര്യങ്ങളും സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളും സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി വരുമ്പോഴേ ഒരാൾ ഫിറ്റ് എന്ന് പറയുള്ളൂ. മെൻ്റലി ഫിറ്റ്. ഏതെല്ലാം പാർട്ട് ശരിയാവണം? അയാളുടെ പേഴ്സണൽ ഏരിയ, ഓക്കെ, നമ്പർ 1. നമ്പർ 2 അയാളുടെ സോഷ്യൽ ഏരിയ. നമ്പർ 3 അയാളുടെ പ്രൊഫഷണൽ ഏരിയ. ഈ 3 ഏരിയയിലും അയാൾക്ക് ഫൈനസ്റ്റ് ആയിരിക്കാൻ പറ്റണം, ഡീൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇതിന് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ മെൻ്റലി ഹെൽത്തി പേഴ്സൺ ആണ്. നമുക്ക് മെൻ്റലി ഹെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പം മമ്മൂട്ടിനെ കണ്ടാൽ നമ്മൾ എന്താ ഫീൽ ചെയ്യുക? പൊതുവേ നമ്മൾ മമ്മൂട്ടിനെ കുറിച്ച് എന്താ പറയില്ല മക്കളെ? ഭയങ്കര അടിപൊളിയാന്നല്ലേ? ആണോ? ഇല്ല, അതെ മമ്മൂട്ടിനെ അതെ കുറിച്ച് അങ്ങനെ അതെ അല്ലാന്ന് അഭിപ്രായം ഉണ്ടോ? ആ മുനീർ പറയുന്നു മമ്മൂട്ടി ഭയങ്കര ഹാൻസം ആണെന്ന് പറയുന്നു. ഓക്കെ, ശരിയാണ്. പിന്നെ എന്താ പറയാ, ആൾ ഹാൻസം ആണ്. പിന്നെ മമ്മൂട്ടിനെ കുറിച്ചിട്ട് മമ്മൂട്ടി ഒരു ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് മമ്മൂട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഈ ഇപ്പം സ്ക്രീനിൽ കാണുന്ന ഇന്റർവ്യൂ അല്ല, അല്ലാത്തൊരു ഇന്റർവ്യൂ മമ്മൂട്ടി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഒരു വീക്ക്നെസ് എന്തൊക്കെയാണ്? സാധാരണ നമ്മൾ മെൻ്റലി ഹെൽത്തി ആവാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജിയിൽ വീക്ക്നെസ് ഒക്കെ നോക്കാറുണ്ടല്ലോ. മമ്മൂട്ടി ചോദിക്കുന്നത് പറയുന്നത്, വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, എനിക്ക് പിന്നെ എനിക്ക് കാലിന് ചെറിയൊരു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് പിന്നെ പാട്ട് പാടാൻ അറിയില്ല, പിന്നെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഡയലോഗുകൾ എന്നൊക്കെ പറഞ്ഞ് മൂപ്പർ എലാബറേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? അപ്പോൾ ക്യാൻ യു സീ ദ വീക്ക്നെസ്? വൈ? എന്താ നിങ്ങൾക്ക് മൂപ്പർ വീക്ക്നെസ് കാണാൻ പറ്റാത്തെ? പോസിറ്റീവ്, അത്രയും പോസിറ്റീവ്സ് കൊണ്ട് ആ വീക്ക്നെസ് എല്ലാം മാറും. ആര് പറഞ്ഞു പോസിറ്റീവാണ്, ഭയങ്കര പോസിറ്റീവ്സ് ഉണ്ടെന്ന്? അല്ല, അവരുടെ പോസിറ്റീവ്സ് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് വെച്ചൊരു ഹാലോ എഫക്റ്റ് ഉണ്ട് അല്ലേ? ആ ഹാലോ എഫക്റ്റ് പ്രകാരം നമുക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയുള്ളൂ. ഇപ്പം മെൻ്റലി ഹെൽത്തി പേഴ്സൺ എന്ന് പറയുമ്പം ഒന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് കണക്റ്റഡ് വിത്ത് അതേഴ്സ് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. ബി സ്ട്രോങ്, സപ്പോർട്ടീവ് റിലേഷൻഷിപ്പ്, പ്രൊവൈഡ് ഇമോഷൻ സെക്യൂരിറ്റി ആൻഡ് ബിലോങ് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ട്. എന്നാൽ നിങ്ങൾ ഇമോഷണലി അടിപൊളിയാവണം, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഇമോഷണലി സ്റ്റേബിൾ ആയിട്ട് മെൻ്റലി ഹെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ചില കുട്ടികൾക്ക് ആളുകളെ ഫേസ് ചെയ്യാനേ കഴിയില്ല. അപ്പം നമ്മൾ കൗൺസിലിങ്ങിൽ വരുന്ന പല കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ദേ വിൽ ബി ഓക്കെ. ഒരു 4 ആളുകളുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർന്ന് ഇല്ലേ, പോട്ടെ, അത് പബ്ലിക്കാന്ന് വിചാരിക്കാം. നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു പിന്നെ പാരന്റ് പറഞ്ഞു, എന്താ സാറേ ചെയ്യുക, അവന് വീട്ടിലേക്ക് ആരെങ്കിലും ഒന്ന് വന്നാൽ ഒന്ന് ഇങ്ങനെ നോക്കി നൈസായിട്ട് ഇങ്ങനെ അങ്ങ് പോകും റൂമിലേക്ക്, പിന്നെ വരത്തില്ല എന്ന് പറഞ്ഞു.
നമ്മൾ വിചാരിക്കുന്ന അവൻ മനഃപൂർവ്വം വരാതിരിക്കുന്ന എന്നുള്ളതാണ്. പക്ഷേ ആ കുട്ടിയുമായി സംസാരിക്കുമ്പോൾ ആ കുട്ടി പറയാണ്, സാർ എനിക്ക് ആളുകളുടെ മുമ്പിലേക്ക് വരാൻ എനിക്ക് ചെറിയൊരു പേടിയാണ്. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള കുട്ടിയാണ്. കുട്ടി മെൻ്റലി ഹെൽത്തി ആണെന്ന് ആര് വിചാരിക്കുന്നു? നമ്മൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതിൽ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതല്ലാതെ നമ്മൾ സാധാരണ ഇതിൽ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ആളുകളിൽ സൈക്കോളജിയുടെ ഒരു ലേണിംഗ് അറിയില്ല എന്ന് വിചാരിക്കുകയും സോഷ്യൽ പിന്നെ ഫോബിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് മുമ്പിലേക്ക് വരാൻ അറിയില്ല. ജനറലൈസ്ഡ് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണ്. മീൻസ് ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷനിൽ എല്ലാത്തിനും ഒരു പേടി ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ ശരിയായില്ല തോന്നലുകളൊന്നും, അത് മനസ്സിൻ്റെ ഒരു സ്ട്രോങ്നെസ് കുറവാണെന്ന് തിരിച്ചറിയില്ല. ഇപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജനറലായിട്ട് ചില വസ്തുക്കളെ ഭയങ്കരമായി പേടി, കുഞ്ഞു സാധനങ്ങൾ ആലോചിക്കുമ്പോഴേക്കും ഭയങ്കരമായി പേടി. ചില ആൾക്ക് അറ്റാക്ക് വരുന്ന പോലെ വരുന്നു, അറ്റാക്ക് ഉണ്ട് എന്ന് അവർ പറയുന്നു, പക്ഷെ അറ്റാക്ക് ഇല്ല. ചില ആളുകൾക്ക് വയറുവേദന ഒക്കെ ഉണ്ടാകുന്നു, പക്ഷെ ടെസ്റ്റിൽ കാണുന്നില്ല. ഇതൊക്കെ ചില മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉറപ്പ് കുറവ്. ഏറ്റവും സാധാരണക്കാരനെന്ന് പറയാൻ പറ്റുന്ന രീതി മനസ്സിന് ഉറപ്പ് കുറയുമ്പോഴാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. കറക്റ്റ്. ഇതറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വഭാവം എന്താ? അവൻ ആളുകളെ മുമ്പിൽ സംസാരിക്കുമോ? ഇല്ല. അവൻ ആളെ റൂമിലേക്കാണ് കയറിപ്പോവും. സി, ഡു യു ഗെറ്റ് മീ? അപ്പോൾ നമ്മൾ മെൻ്റലി ഹെൽത്തി പേഴ്സൻ്റെ ക്യാരക്ടറിസ്റ്റിക് നമ്മൾ നേരത്തെ എണ്ണി 5 വിരലിൽ ഇനിയും വിരലുകൾ ചിലപ്പോൾ നിർത്തേണ്ടി വരും നമ്മൾ ഓരോന്നോരോന്ന് പറയുമ്പോൾ. നമുക്ക് കണക്ട് വിത്ത് അതേഴ്സ് അല്ലേ? നമ്മുടെ ഒരു ഹാപ്പിനെസ്, നമ്മുടെ ഹാപ്പിനെസ് എവിടെയാണ്? നമ്മുടെ ഹാപ്പിനെസ് എവിടെയാ? നമ്മളെ അടുത്താണോ? ആണോ? നിങ്ങളെ ഒപ്പീനിയൻ കേൾക്കട്ടെ. ഫാത്തിമ ഹിബ പറയുന്നു വിത്തിൻ അസ്. ഓക്കെ, പിന്നെ വേറെ ആൾക്കാർ നമ്മളെ ഹാപ്പിനെസ് എവിടെയാ? നമ്മളെ മൈൻഡിലല്ലേ? ചാറ്റ് ബോക്സ് ഞാൻ നോക്കുകയാണ് നമ്മുടെ ഹാപ്പിനെസ് എവിടെയാന്നുള്ളത്. നമ്മളെ ഹാപ്പിനെസ് നമ്മളെ ചുറ്റുള്ളവരെ കൂടി നെജിമ മനസ്സിലാണ്. വേറെ ആരോ ചുറ്റുള്ള ആൾക്കാർ ആരടുത്താ കൊടുത്തേ? ചുറ്റുള്ള ആൾക്കാരെ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചുറ്റുള്ള ആൾക്കാർ ചുറ്റുള്ള ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ ഞാൻ ചാറ്റ് ബോക്സും കൂടി നോക്കുന്നുണ്ട്. ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ടോ നോക്കുകയാണ്. ഒരു 5 മുതൽ 1 വരെ ഉണ്ടെന്ന സമയം ഞാൻ വെയിറ്റ് ചെയ്യും. 5, 4. ഹസ്ന പറയുന്നു മീ. ലിജി പറയുന്നു പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻ അറൗണ്ട് us. ഓക്കെ, ശരി. 3, 2, 1. ഓക്കെ, ആദ്യം പറയുന്നു സം സിറ്റുവേഷൻസ് ആൻഡ് ആൾസോ വിത്ത് us. ഓക്കെ, ശരി. 501. ഓക്കെ, ഹസ്ന പറയുന്നു വിത്ത് us. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുത്താണ് സന്തോഷം എന്നുണ്ടെങ്കിലും സത്യത്തിൽ നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലല്ല. ആണോ? നമ്മളെ കുഞ്ഞ് ചിരിച്ചാൽ നമ്മൾ ഹാപ്പിയാണ്. അതിന് ആര് ചിരിക്കണം? നമ്മളെ കുഞ്ഞ് ചിരിക്കണം, വേണ്ടേ? അപ്പോൾ നമ്മുടെ സന്തോഷം ആരുടെ കയ്യിലാണ്? നമ്മുടെ കുഞ്ഞിൻ്റെ കയ്യിലാണ് അല്ലേ? നമ്മുടെ ഭർത്താവ് ചിരിച്ചാൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ സന്തോഷം ആരുടെ കയ്യിലാണ്? നമ്മുടെ ഭർത്താവിൻ്റെ കയ്യിലാണ് അല്ലേ? നമ്മൾ അമ്മ ചിരിച്ചാൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ നമ്മുടെ സന്തോഷം ആരുടെ കയ്യിലാണ്? അമ്മൻ്റെ കയ്യിലാണ് അല്ലേ? നമ്മളെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നാൽ ഹാപ്പി ആകുന്ന ആളുകളുണ്ട്. ഗസ്റ്റ് വന്നാൽ പണ്ടാരെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഗസ്റ്റ് വന്നാൽ, ഞാനൊക്കെ ഗസ്റ്റ് വരുന്ന സന്തോഷിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഗസ്റ്റ് വന്നാൽ നമ്മൾ ഹാപ്പിയാണ്. ഗസ്റ്റിൻ്റെ അടുത്താണ് നമ്മുടെ ഹാപ്പിനെസ്. കറക്റ്റ് അല്ലേ? ഒരു ഗസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആ ഗസ്റ്റിന് ഫീൽ ചെയ്യണം എനിക്ക് അയാളുടെ അടുത്തേക്ക് പോവാം, അവൻ റിസീവ് ചെയ്യും, അവനക്ക് ഇഷ്ടമാണ് എൻ്റെ വരവ്, അവൻ്റെ ബോഡി ലാംഗ്വേജും അവൻ്റെ പെരുമാറ്റവും, അവൻ എനിക്ക് വെള്ളം തരുമ്പോഴും എനിക്ക് ചായ തരുമ്പോഴും അവർക്ക് ഇഷ്ടമാണ്. ഇന്ന് ഞാനൊരു കല്യാണത്തിന് പോയി ഈവനിങ്ങിൽ. എൻ്റെ BEd കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഹിബ എന്ന് പറയുന്ന കുട്ടിയുടെ കല്യാണത്തിനാണ് പോയത്. സാധാരണ ഒരുപാട് കുട്ടികളുടെ കല്യാണങ്ങൾ അവിടെ കടന്നു പോകാറുണ്ട്, പക്ഷേ പോകാൻ പറ്റാറില്ല. പ്രയോറിറ്റി മേ ബി ഡിഫറെൻ്റ്, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അങ്ങനെ. ഇതിൽ സാഹചര്യം അങ്ങനെ ആക്കി മാറ്റാൻ റീസൺ ആ കുട്ടിയും ആ കുട്ടീൻ്റെ ഫാദറും വന്ന് ഒരു പ്രാവശ്യം വന്നത് നേരെ വന്ന് കല്യാണം പറഞ്ഞ് ലെറ്ററൊക്കെ തന്ന് അഗെയിൻ പോകാൻ നേരത്തെ ഒന്നുകൂടി വന്നിട്ട് സാറേ എന്തായാലും വരണട്ടോ എന്ന് പറഞ്ഞപ്പം സി ദ പ്രയോറിറ്റി. അപ്പം നമ്മുടെ ഉള്ളിൽ അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ഉള്ളിൽ വർക്കൗട്ട് ചെയ്തു. അപ്പം നമ്മുടെ ഹാപ്പിനെസ് ആരെടുത്തുള്ളത്? അവരെടുത്താണുള്ളത് അല്ലേ? സത്യം പറഞ്ഞാൽ നമ്മളെ ഹാപ്പിനെസ് പല ആളുകളുടെയും കയ്യിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അത് ഈ പ്രകൃതി നിയമമാണ് അല്ലേ?
അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എൻ്റെ ഹാപ്പിനെസ് എൻ്റെ ഉള്ളിൽ മാത്രമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കണം എന്നെ എന്ന് പറയുന്ന ഗാന്ധിയുടെ ഒരു പോളിസി ഉണ്ട്. ഗാന്ധി പറഞ്ഞിട്ടുണ്ട് മുമ്പ്, നിന്നെ വേദനിപ്പിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, നീ ചിന്തിക്കാതെ നീ വേദനിക്കില്ല എന്നുള്ളത്. അത് മറ്റൊരു സത്യമാണ്. പക്ഷെ നമ്മൾ വേദനിക്കുന്നതിന് അപ്പുറത്തേക്ക് അത് നമ്മൾ കോഗ്നിറ്റീവ് ലെവലിൽ ചിന്തിക്കുന്നതുകൊണ്ട് ഭാഗമായിട്ട് ഞാൻ ചോദിക്കുന്നത്, അതല്ലാത്ത നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ എടുക്കും. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരാൾക്ക് ചായ വാങ്ങി കൊടുക്കുമ്പോൾ, നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് നമ്മളെ കൂടുതൽ ആൾ പറയാണ്, സാറേ ഞാൻ ഫുഡ് കൊടുത്തു, അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ എടാ ഞാൻ കൊടുത്തടാ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന, അയാളുടെ ഉള്ളിൽ കൊടുക്കുന്ന ആൾക്കൊരു സന്തോഷം ഉണ്ടാവും. സന്തോഷം ഉണ്ടെങ്കിലേ കൊടുക്കാവൂ, അല്ലേ കൊടുക്കരുതേ. ഗെറ്റ് മീ? അങ്ങനെ ഭക്ഷണം വാങ്ങി കൊടുത്തൊരു സന്തോഷം ഉണ്ടാവില്ലേ? ഞാൻ ആ സന്തോഷം കണ്ടത് എവിടെയായിരുന്നു? നിങ്ങൾ എബ്രോഡ് പോകുമ്പോഴാണ് ആ സന്തോഷം നമ്മൾ ശരിക്കും മനസ്സിലാകുക. നമ്മൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ആ സന്തോഷം നമുക്കറിയില്ല. കാരണം നമ്മൾ എബ്രോഡ് എത്തിയ സമയത്ത് നമ്മൾ പോലും അറിയാത്ത ചില ആളുകൾ, എനിക്ക് ഓർമ്മയുണ്ട്, 2 വർഷം മുമ്പാണ് ദുബായിൽ നിന്ന് നേരെ ഞാൻ മൂവ് ചെയ്തത്, മദീനയിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡിപ്ലോമയിൽ പഠിച്ചിരുന്ന ഒരു 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 കുട്ടി ഉണ്ടായിരുന്നു. അവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, മദീനയിലുള്ള ഷുഹൈബ് എന്ന് പറഞ്ഞ ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഷുഹൈബ് എൻ്റെ സാറ് വരുന്നുണ്ട്, ഒന്ന് റിസീവ് ചെയ്യണം. അപ്പോൾ ഞാനും മദീനയിലേക്ക് എത്തിയ സമയത്ത് ഈ ഷുഹൈബ് എന്ന് പറഞ്ഞ ആൾ വണ്ടിയിട്ട് വന്നു. നമ്മുടെ അക്കാദമിയിൽ പഠിച്ചിരുന്ന ഒരാളുണ്ട്, ഷാനിദ്. ഞാൻ അവിടെ എത്തിയപ്പോൾ വിളിച്ചപ്പോൾ, ഷാനിദ് സാർ ഇവിടെ എത്തിയോ എന്ന് ചോദിച്ചിട്ട് ഈ ഷാനിദും ഷുഹൈബും ഒരേ സമയം അവിടെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. എന്നിട്ട് ഷുഹൈബിനോട് പറയാണ്, ഇത് എൻ്റെ സാറാണ്, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ കൊണ്ടുപോവാണ്. നിങ്ങൾ പിന്നെ നമ്മൾ കാണുന്ന അവിടെയുള്ള ഈ പരസ്പരം കണക്ഷൻ അതുവരെ ഇല്ലാത്ത ഷുഹൈബും ഷുഹൈബിൻ്റെ ഫ്രണ്ട്സും അന്നത്തെ ഡേയിൽ എന്നെ കൊണ്ടുപോകാൻ പറ്റാത്തതിൽ നെക്സ്റ്റ് ഡേയിൽ എന്നെ ഒന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോയി ഞങ്ങൾ കറങ്ങാൻ പോയി. തിരിച്ച് മദീനയിൽ നിന്ന് മക്കത്തേക്ക് വരണം എന്നുണ്ടായപ്പോൾ അവൻ അവിടുന്ന് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ടിക്കറ്റ് നട്ടപ്പാതിലേക്ക് രാത്രി 1 മണിക്ക് എടുത്തിട്ട്, നാളെ നിങ്ങൾ വണ്ടിക്കൊന്ന് പോകണ്ട, ട്രെയിനിന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ്? ദാറ്റ് മീൻസ് അവരുടെ ഹാപ്പിനെസ് അവർ കണ്ടെത്തിയത് അവരുടെ ക്യാഷിൻ്റെ അപ്പുറത്തേക്ക് അവരൊരാളെ റിസീവ് ചെയ്യുന്ന രീതിയാണ്. കറക്റ്റ് അല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ചായ, വെള്ളം, കാര്യങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്ന, നിങ്ങളുടെ മദറിനോടാവട്ടെ, പിന്നെ ഹസ്ബൻഡിൻ്റെ മദറിനോടാവട്ടെ, അവരോട് പറയുന്ന, അമ്മ ചായ അടിച്ചോ, അല്ലെങ്കിൽ ചോറ് കഴിച്ചോ, അല്ലെങ്കിൽ സമയമാണോ, എന്തെങ്കിലും എടുക്കണോ, എന്തെങ്കിലും വിളമ്പണോ, എന്തെങ്കിലും വേണോ, എന്തെങ്കിലും വിശക്കണ്ടോ, ഓക്കെ ആണോ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളെ ഹാപ്പി ആക്കുന്നു എന്നുണ്ടെങ്കിൽ യു ഹാവ് എ ഗുഡ് മെൻ്റൽ ഹെൽത്ത്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു അരോചകമാവുകയാണ്. എന്തിനാപ്പോൾ ചോദിക്കണേ, എന്തിനാപ്പോൾ പറയുന്നത്, എന്തിനാപ്പോൾ അങ്ങനെ ചോദിക്കണേ, സ്വന്തമായിട്ട് അടുത്തുനിന്നൂടെ എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ശരിയല്ല. ഡു യു ഗെറ്റ് മീ? പറഞ്ഞത് ക്ലിയർ ആകുന്നുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ. ഞാൻ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ വലിയ തിയറീസിലേക്കൊന്നല്ല പോകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഹാപ്പി ആക്കുന്നത് ആരാ മമ്മുക്ക നമ്മളെ ഹാപ്പി ആക്കുന്നത്? എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സന്തോഷിപ്പിക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യുന്നു. എൻ്റെ ഓഫീസിൽ എൻ്റെ മക്കൾ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സിസ്റ്റേഴ്സ്, എൻ്റെ പാരൻസ്, എല്ലാവരും ദേ ആർ ട്രൈങ് ടു മേക്ക് മീ ഹാപ്പി. ബട്ട് ദേ ക്യാൻ ഓൺലി ട്രൈ ടു ബി ഹാപ്പി ഈസ് മൈ. അല്ലേ? നമ്മളാണ് സന്തോഷിക്കേണ്ടത്, അതല്ലാതെ വേറൊരാൾക്കും സന്തോഷിക്കില്ല. അപ്പം നമ്മൾ സന്തോഷമായിരിക്കേണ്ടത്, നമ്മൾ എന്തിലും സന്തോഷിക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനും നമ്മൾ ആകുലപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ തരുള്ളൂ. ബി ഹാപ്പി. നമ്മളുള്ളതിൽ സന്തോഷിച്ചോണ്ടിരിക്കും. കിട്ടിയോ? മമ്മൂട്ടി അഭിപ്രായം കിട്ടിയോ? ഇനി ഞാൻ പറഞ്ഞതിൽ ഒന്നുകൂടി ഞാൻ കണക്ട് ചെയ്യട്ടെ. ഈ പറയുന്ന സന്തോഷങ്ങളിലെല്ലാം, കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾ മെൻ്റലി ഒരു ഹെൽത്തി ആയ പേഴ്സൺ ആവുള്ളൂ. ക്ലിയർ? ഇനി അതിലെല്ലാം നിങ്ങൾ പരാതി കണ്ടെത്തുകയാണെങ്കിൽ, പരിഭവം കണ്ടെത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളെ കുട്ടി തീരെ അടങ്ങിയിരിക്കില്ല. നിങ്ങൾക്കത് പ്രയാസം, പരിഭവമായി തോന്നുകയാണെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൈക്കോ പാർക്കിൽ പോയ സമയത്ത് ഒരു കുട്ടി വെച്ച് കുട്ടികൾ അടങ്ങിയിരിക്കുന്നില്ല, എന്താ സെർച്ച് ചെയ്യുക? ആ സമയത്ത് മധുജൻ സാർ പറഞ്ഞൊരു മറുപടി ഉണ്ട്. നിങ്ങളെ കുട്ടികൾ അടങ്ങിയിരിക്കാത്ത കാരണം നിങ്ങൾ അഭിമാനിച്ചോളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കുട്ടികളെല്ലാവരും ഇവിടെ വന്നു, പോയിരുന്നു, അങ്ങോട്ട് പോടാൻ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് വന്നു. ഈ രൂപത്തിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പറയും, ഒരു മണ്ടനാണ്, ഒരു കേങ്ങനാണ്, ഒരു പൊട്ടനാണ്, പറഞ്ഞാൽ അവിടെ ഇരിക്കൂ, എണീറ്റെന്ന് അവിടെ ഇരിക്കൂ ആണ്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു ഐഡിയ ഇല്ലാന്ന്. നേരെ മറിച്ച് നമ്മളെ കുട്ടികൾ നമ്മളെ കൺട്രോളിൽ കിട്ടാത്തത് കൊണ്ടാണ് അവർക്ക് ഇത്ര ഭംഗി. കറക്റ്റ്? അപ്പോൾ അതിനൊരു ഫ്രസ്ട്രേറ്റഡ് ആയി എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മെൻ്റലി എന്തായിരിക്കും? വീക്കായിരിക്കും. വീക്കുള്ള ആളുകളില്ലേ,
ഇഷ്യൂസുള്ള ആളുകളില്ലേ, പ്രശ്നങ്ങളുള്ള ആളുകളില്ലേ? കറക്റ്റ്. അപ്പം മെൻ്റലി ഹെൽത്തി പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബാക്കിയുള്ള ആളുകളോട് കണക്റ്റഡ് ആയി നിൽക്കാൻ ശ്രമിക്കും. കണക്റ്റഡ് മീൻസ് ഞാനും എൻ്റെ ഈ ലോകം മാത്രമല്ല, ഞാൻ, എൻ്റെ കുട്ടികൾ, എൻ്റെ മക്കൾ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഫാമിലി, എൻ്റെ സൊസൈറ്റിയിൽ ഞാൻ സഹായിക്കേണ്ട, സപ്പോർട്ട് ചെയ്യേണ്ട കുറേ വീക്കർ സെഷൻസ് ഉണ്ടായിരിക്കാം. ബുദ്ധിക്കുറവുള്ള മക്കൾ എത്രയോ ഉണ്ട് അല്ലേ, അവരുടെ ഫാമിലീസ് ഉണ്ട്. അതല്ലാതെ ബാക്കിയുള്ള ഒരുപാട് ലേണിംഗ് ഇഷ്യൂസുള്ള ഫാമിലീസ് ഉണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഫാമിലീസ് ഉണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് സൊസൈറ്റിയിൽ. കറക്റ്റ്. ഇഫ് യു ആർ എ മെൻ്റലി ഹെൽത്തി പേഴ്സൺ യു വിൽ ട്രൈ ടു കണക്ട് ദം. യു ഗെറ്റ് മീ? നിങ്ങൾക്ക് ഒരു ഹെസിറ്റേഷൻ ഉണ്ടാവില്ല, എന്താ വിചാരിക്കുക. പോസിറ്റീവ് നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ഇറങ്ങാൻ കഴിയും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ഇട്ടുകൊണ്ടിരിക്കണം. എനിക്കതുണ്ടോ അതുണ്ടോ. കറക്റ്റ്. ചെയ്യുന്നില്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ മാറ്റി വെക്കേണ്ടതുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം മുതൽ അത് ചേഞ്ച് ചെയ്യും വേണം. ഓക്കെ. ദെൻ രണ്ടാമത്തെ ഏരിയ, നിങ്ങൾ നല്ല മെൻ്റൽ ഹെൽത്തി പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ഭയങ്കര എക്സസൈസുകൾ ചെയ്യും, നിങ്ങൾ ഒരു ബ്രീത്തിങ് തെറാപ്പികൾ ചെയ്യും, നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് സ്റ്റേ ഫിസിക്കലി ആക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നോക്കിയേ, ഗിവ് ടു അതേഴ്സ് എന്ന് പറയുന്നൊരു വാചകമുണ്ട്. ഗിവ് ടു അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മുടെ സൈക്കോളജിയിൽ നമ്മളെപ്പോഴും പറയും എംപതി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ എംപതി. എന്താ എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ നിങ്ങൾ ടൈപ്പ് ചെയ്ത് എംപതി എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, എവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് എവിടെ? നമുക്കൊരു ഒരു 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 അണ്ടർസ്റ്റാൻഡ് ദ ഫീലിംഗ് ഓഫ് ദിസ് അല്ലേ, ബാക്കിയുള്ള ആൾക്കാരുടെ ഫീലിങ്സ് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ തിങ്കിങ് ആൻഡ് ഫീലിംഗ് സെയിം ദാറ്റ് ഓഫ് ബാക്കിയുള്ളവരെ പോലെ ചിന്തിക്കുക എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾ നല്ല മെൻ്റലി ഹെൽത്തി പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം ഇതിൽ നമ്മുടെ മത്തായി ചേട്ടനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടോ? ചോദിക്കാം നമുക്ക്. മത്തായി ചേട്ടൻ്റെ ഡയലോഗ് ഉണ്ട്. ഗോപാലകൃഷ്ണ, നിനക്ക് ഒരുപാട് ദുഃഖം, ഇവനും ഉണ്ട് ഒരുപാട് ദുഃഖം, എനിക്കുണ്ട് ഒരു കൊച്ചു ദുഃഖം. നിന്റെ ശരിയാവും, ഇവന്റെയും ശരിയാവും, ഒക്കെ ശരിയാവും. എത്ര എത്ര കാലം അപ്പുറത്തു നിന്നും എത്തി നീ ഇപ്പോഴും ദുഃഖ സത്യമേ. ഒരായിരം ഇനാക്കളാൽ പൊരുന്നു കൂടുമേഞ്ഞിരുന്നു മോഹം കൊളുത്തിയും കെടു. ഈ പാട്ടിന്റെ വരികൾ ഓർമ്മയുണ്ടെങ്കിൽ ഒരായിരം പറ നിങ്ങളിപ്പോ കേട്ട പാട്ടാണ്. ഒരായിരം കിനാക്കള്. ബാക്കി പറ. ഒരായിരം എന്തിനാടോ നിങ്ങള് സ്റ്റക്കായി നിൽക്കുന്നത്? ഒരായിരം കിനാക്കള അല്ലെ. നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ഒരായിരം കിനാക്കളാൽ ഇങ്ങനെ മിക്സ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. മെന്റലി ഹെൽത്തി പേഴ്സൺ ആകുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? നമ്മുടെ ഈ കിനാക്കൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ താങ്ങാൻ കഴിയില്ല. നിങ്ങളിങ്ങനെ കൈയൊന്ന് ഇങ്ങനെ മസിൽ പിടിച്ചേ, ഇങ്ങനെ പവർ പിടിച്ചേ, സ്ട്രോങ്നെസ് പിടിച്ചേ, നല്ല പവറിൽ. നിങ്ങൾ ഈ തൊട്ടടുത്തുള്ള കൈ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏതിനാ പവർ കൂടുതൽ? പിന്നെ പവർ കൂടുതൽ ഏത്? നിങ്ങൾ അങ്ങനെ രണ്ട് പഞ്ചഗുസ്തി പിടിക്കുകയായിരിക്കും. റൈറ്റിനാണോ ലെഫ്റ്റിനാണോ പവർ കൂടുതൽ? റൈറ്റിനായിരിക്കും, ചില ലെഫ്റ്റിനായിരിക്കും. ഈ റൈറ്റിന് താങ്ങാൻ കഴിയുന്ന കപ്പാസിറ്റിയും ലെഫ്റ്റിന് താങ്ങാൻ കഴിയുന്ന കപ്പാസിറ്റിയും ഡിഫറെൻ്റ് ആണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ റൈറ്റ് താങ്ങുന്ന പോലെ ലെഫ്റ്റ് താങ്ങാൻ കഴിയുന്നു. ഇപ്പം ഞാൻ ഈ സ്ക്രീനിൽ നോക്കിയിട്ട് ലിജി ഉണ്ട്, ഹസ്നുണ്ട്, ആദിരുണ്ട്, മുനീറുണ്ട്, റംഷിദ് ഉണ്ട്, ഷഫ്നുണ്ട്, ഷാക്കിർ ഭായി ഉണ്ട്, സെഹറുണ്ട്, ഷെജിനുണ്ട്. ഞാൻ വീഡിയോ കാണുന്ന ആൾക്കാരെ പറയുന്നത് കേട്ടോ. ഷൈനി ഉണ്ട്, പിന്നെ വീഡിയോയിൽ ഫോട്ടോ ഉള്ള ആൾക്കാർ ലെമീസ് ഉണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും, ബുഷറുണ്ട്, അൻഷിദുണ്ട്, അനീഷ ഉണ്ട്, അതേപോലെ സാഹിലുണ്ട്. പിന്നെ അങ്ങനെ ഈ എല്ലാവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ശക്തിയാണെന്ന് വിചാരിക്കാൻ എനിക്ക് പറ്റില്ല.
യുവർ ഡിഫറെൻ്റ്ലി ആണ്. ഞാൻ നിങ്ങളെ ഫിസിക് കണ്ടിട്ടായിരിക്കും ഞാൻ പറയുന്നത് ഇന്നാക്കി ഇന്ന ശക്തി ഉണ്ടാവും, ഇന്നാക്കി ശക്തി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മനസ്സിൻ്റെ കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിൻ്റെ പവർ കുറവാണെങ്കിൽ ആ വെയിറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം, വെയിറ്റ് എടുക്കാൻ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ഉണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കപ്പാസിറ്റി എത്രയാണ് നമുക്കറിയില്ല. നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളുടെയും കപ്പാസിറ്റി നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ മെൻ്റലി ഹെൽത്തി പേഴ്സൺ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഗിവ് ടു അതേഴ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ സ്കെയിലിൽ ഇട്ടിട്ടുണ്ട് അല്ലേ. പോസിറ്റീവ് ഫീലിങ്സ് കൊടുക്കും, ലൈഫുമായൊരു സെൻസ് ഓഫ് മീനിങ് കൊടുക്കും, നല്ല പോസിറ്റീവ് കണക്ഷൻ കൊടുക്കും, കേൾക്കും, ഇരുന്ന് കേൾക്കും. നിങ്ങൾ പ്രായമുള്ള ആൾക്കാരെ കഥകൾ കേൾക്കാറുണ്ടോ? ഉണ്ടോ? ആര്? നിങ്ങൾ ഇഷ്യൂസുള്ള ആൾക്കാരെ കഥകൾ കേൾക്കാറുണ്ടോ? ഇല്ലേ. ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് എക്സ്പീരിയൻസസ് ആണ് ഷെയർ ചെയ്യാണ്ടായിരിക്കുക. ഇപ്പം ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത്, എൻ്റെ ഒരു സുഹൃത്ത് എന്ന് വേണേൽ പറയാം, അവൻ്റെ അടുത്ത് സംസാരിച്ചു. ഒരു 7 മണിക്ക് എനിക്ക് അവന് കിട്ടിയത്. 7 മണി മുതൽ 7 വരെ സംസാരിച്ചു. അതിനുശേഷം 7:45 ഞാൻ വീട്ടിൽ, 7:50 വീട്ടിലെത്തി. ഞാൻ അവന് സംസാരിച്ചു. അവനിക്ക് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത സമയത്ത് അത് റിജക്റ്റ് ആയിപ്പോയി. രണ്ടാമത് അഗെയിൻ ചെയ്ത് സക്സസ് ആയി. അപ്പം ഞാൻ ആ ഒരു എക്സ്പീരിയൻസസ് അവനോട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയത് എന്തൊക്കെയാണ്. അതിൽ അവൻ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു സംഭവം എന്താണെന്നറിയോ? അവൻ പറഞ്ഞ കാര്യം, ഞാൻ എൻ്റെ പോസ്റ്റ് പീരീഡിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞ് സിവിയറിറ്റി ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ 6 മാസം വീട്ടിൽ റെസ്റ്റ് ചെയ്തു. ഈ 6 മാസം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ ബി.എഡിന് പഠിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എല്ലാ ദിവസവും ആഴ്ചയിൽ 7-ൽ 5 ദിവസവും എൻ്റെ വീട്ടിലേക്ക് വരും. 5 ദിവസത്തിലും എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിലേക്ക് അവർക്ക് എൻട്രി ഇല്ല, എൻ്റെ വീട്ടിലേക്ക് അവർക്ക് എൻട്രി ഇല്ല. അവൾ എൻ്റെ റൂമിൻ്റെ ജനാലയുടെ പുറത്ത് ടേബിളും കസാലയും ഇട്ടിട്ട് അവിടുന്ന് പാട്ട് പാടും, ഞാൻ എൻ്റെ റൂമിൽ നിന്നും പാട്ട് പാടും. 5 മാസത്തിലധികം അവരത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നു. ക്യാൻ യു ഡു ദാറ്റ്? എനിക്ക് ആ കുട്ടികളോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി, ഭയങ്കര ബഹുമാനം തോന്നി. ഇത്രയും വലിയൊരു എഫേർട്ട് ആ കുട്ടികൾ ചെയ്യുമെന്നുള്ളത് ഞാൻ ഒരിക്കലും, അവൻ എന്നോട് പറയാണ്, എൻ്റെ ലൈഫിൽ എന്നെ കെയർ ചെയ്തത് അവൻ്റെ ഫാദർ മദറൊക്കെ എല്ലാവരും കെയറിങ് ഉണ്ട്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഫ്രണ്ട്സ് 5 മാസം ആര് കൂടെ നിൽക്കും മക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ കൂടെ നമ്മുടെ ചോര, നമ്മുടെ ഫാമിലി മെമ്പർ, നമ്മുടെ ഫാദറോ നമ്മുടെ മദറോ നമ്മുടെ ഗ്രാൻഡ് മദറൊക്കെ ആണെങ്കിൽ പോലും 1 ദിവസമോ 2 ദിവസമോ 1 വീക്കോ കെയർ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് അവർ അതിനെ നമ്മൾ നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകും. കറക്റ്റ് അല്ലേ? അസുഖമല്ലേ എന്ന് പറയും. അതിനപ്പുറത്ത് ഇവരെല്ലാവരും ഡ്യൂട്ടിക്ക് പോകുന്ന ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് ഇവർ ഈ ലീവ് പിറ്റേന്ന് ക്ലാസ്സുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർ 12 മണി 1 മണിക്ക് പോകത്തരേ. അല്ലെങ്കിൽ അവിടെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പുറത്ത് ഇവർക്ക് ഇരിക്കാൻ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ അവർ ഉറങ്ങിപ്പോകുന്നൊക്കെ പറഞ്ഞേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വാട്ട് ഈസ് ആ ഫീലിംഗ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ കെയറിങ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഗിവ് ടു അതേഴ്സ് എന്ന് പറയുമ്പോൾ യു ഗോട്ട് ദ ടൈം, യു ഹാവ് ടു ഗിവ് ടു അതേഴ്സ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സമയം നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്ക് ശബ്ദിക്കാനുള്ള ശബ്ദം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ വേറെ ആർക്കൊക്കെ വേണ്ടിയിട്ട് തന്നതാണ്. ഓക്കെ, നമ്മുടെ സിതാരെ ജമീൻ പർ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ഭയങ്കര സീനുണ്ട്. അപ്പം അത് ഇടുന്നില്ല. ആ സീനിൽ ഇവൻക്ക് ട്രെയിനർക്ക് അമീർ ഖാന് 40 വയസ്സ് കഴിഞ്ഞു. ഭാര്യ ചോദിക്കുകയാണ്, നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ടതെങ്കിൽ മൂപ്പര് വേണ്ടെന്ന് പറയും. ആ സമയത്ത് കാരണം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ചിലപ്പം ബുദ്ധിമാനുള്ള കുട്ടികളൊക്കെ ആയിരിക്കാം, അപ്പം അതുകൊണ്ട് ഞാൻ അതിപ്പം ഒന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നത് അവൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയുടെ മുഖത്തോട്ടാണ്. ആ സമയത്ത് ആ കുട്ടി പറയുന്നുണ്ട്, സാറേ അപ്പൊ ബോൻ ആകെ ഇങ്ങോട്ട് ചമ്മി ബുദ്ധിമുട്ടായിട്ട്, അല്ലടാ ഞാൻ അതല്ല ഉദ്ദേശം എന്ന് പറയുമ്പം ആ കുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി, ഞങ്ങളെ പോലത്തെ കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല. സി ഓക്കെ, ഞങ്ങളെ പോലെ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടി പറയും, ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ നിങ്ങളെപ്പോലെ ഒരു അച്ഛനെ കിട്ടണം എന്നുള്ളത് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. സി, അത് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ടുള്ള ഡയലോഗാണ് അയാളെ ഹൃദയത്തിൽ. അന്നേരം നമ്മുടെ മുമ്പിൽ ഒരു ചലഞ്ചായിട്ട് വരുന്ന, നമ്മുടെ മുമ്പിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ആരോഗ്യത്തിനെ
ബാധിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളാണ്. 1000 കിനാക്കളാൽ കുരുന്നു കൂട്ടി 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 വെക്കുന്ന ഒരുപാട് സ്വപ്നങ്ങളിൽ ഓരോന്നോരോന്ന് വീഴുമ്പോൾ, ആരെങ്കിലും കളിയാക്കി എന്ന് പറയുമ്പോൾ, പരിഹസിച്ചു എന്ന് പറയുമ്പോൾ, കൂടെയുള്ള പാർട്ണർ ചതിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രോത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, നമുക്കൊരു പ്രയാസം തോന്നുമ്പോൾ, നമ്മൾ വിചാരിച്ച പോലെ ലൈഫ് മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ, നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ലോ സംഭവിക്കുമ്പോൾ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഴ്ചകൾ സംഭവിക്കുന്നു, നമുക്ക് ഒരു ബ്ലോക്കേജ് വരുമ്പോൾ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഡൗൺ ആയി പോകുമ്പോൾ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. റൈറ്റ്? കറക്റ്റ്? അവിടെയാണ് ഗിവ് ഇറ്റ് ടു അതേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് മക്കളെ. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ആളുകളായിട്ട് മാറുന്നത്. ഓക്കെ? കാരണം നിങ്ങൾ ബിൽഡ് റിലേഷൻഷിപ്പ് അടിപൊളിയാക്കി മാറ്റുമ്പോൾ, അപ്പോൾ മെന്റലി ഹെൽത്തി പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ യു ഷുഡ് നോ യുവർ സെൽഫ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, എൻ്റെ കഴിവെന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ മുമ്പിൽ അവസരങ്ങൾ എന്തൊക്കെയാണ്, എന്തിനൊക്കെയാണ് ഞാൻ മറികടക്കേണ്ടത്, ആരറിയണം? ശരിക്കും നിങ്ങളെ കൊണ്ട് ഈ സെഷനിൽ ചെയ്യിപ്പിക്കേണ്ടത് ഈ SWOT അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ആ ഒരു 9 മണിക്ക് അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് പടക് 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 എന്നാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേക്ക് ഇറ്റ് റിയൽ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മൈൻഡിനെ കൊണ്ടുപോകുന്ന രീതി. ഞാൻ എന്നെക്കുറിച്ച് അറിയുന്നു, എൻ്റെ ഡീറ്റെയിൽസുകൾ അറിയുന്നു, എൻ്റെ വീക്ക്നെസ് അറിയുന്നു എന്ന് റിയാലിറ്റിയിൽ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ യു ഹാവ് എ ഗുഡ് മെൻ്റൽ ഹെൽത്ത്. എന്ത് ജീവിക്കണം? റിയാലിറ്റിയിൽ. നമ്മൾ സാധാരണ എന്തിനാണ് ജീവിച്ചു പോകുന്നത്? റീലുകളിൽ ജീവിച്ചു പോകുന്നതാണ്. റീലുകളിൽ ജീവിച്ചു പോവുകയാണ്. റീൽ ചെയ്യാൻ അമ്മക്ക് അറിയണം, എന്നാലേ കുട്ടികളെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നുള്ളൂ. റീൽ ചെയ്യാൻ അച്ഛൻ അറിയണം, എന്നാലേ കുട്ടികൾക്ക് വേണ്ടൂ, അല്ലേ? ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം, വൈബാക്കാൻ പറ്റണം, ഡാൻസ് കളിക്കാൻ അറിയാം. എന്തെല്ലാം ഈ ജെൻസി കുട്ടികളെ കൂടെ പിടിച്ചിരിക്കാൻ എന്തെല്ലാം കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്ന് അറിയാം, ഇല്ലേ? പക്ഷെ ജെൻസി കുട്ടികൾ വളരെ അടിപൊളിയാണ്, സൂപ്പറാണ്. കാരണം അവർ തമ്മിൽ നമ്മൾ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് കഴിഞ്ഞ ദിവസം ഏതൊരു ഇതിൽ കണ്ടതുപോലെ നമ്മൾ കാത്തിരിക്കാൻ പഠിച്ചിരുന്നു. നമ്മൾ കാത്തിരിക്കാൻ പഠിച്ചിരുന്നു. നമുക്ക് ഒരു സിനിമ കാണണമെങ്കിൽ ഞായറാഴ്ച 4 മണി ദൂരദർശൻ ആവണമായിരുന്നു, അല്ലേ? ദൂരദർശനിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമകളും കിട്ടില്ലായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള വല്ല സൂര്യകാന്തിയോ അല്ലെങ്കിൽ സൂര്യപുത്രനോ ഏതെങ്കിലും ആവർത്തിച്ച് വരുന്ന സിനിമകൾ മാത്രമായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. കറക്റ്റ്? നമുക്കൊരു പാട്ട് കേൾക്കണമെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ചലച്ചിത്രഗാനം കാത്തിരിക്കണമായിരുന്നു. കറക്റ്റ് അല്ലേ? നമുക്ക് ഒരു ശ്രീകൃഷ്ണ എന്ന് പറയുന്ന ഒരു സീരിയൽ കാണണമെങ്കിൽ ഞായറാഴ്ച 9 മണി ആവണമായിരുന്നു, അല്ലേ? ഈ 9 മണി 4 മണി വെള്ളിയാഴ്ചകളൊക്കെ കാത്തിരുന്നിട്ടാണ് കാത്തിരിക്കാൻ നമ്മൾ പഠിച്ചത്. നമ്മുടെ മെന്റലി ഹെൽത്ത് ഇച്ചിരി കൂടി സ്ട്രോങ് ആയിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, IQ മീൻസ് ഇന്റലക്ച്വൽ കോഷ്യന്റ്, EQ മീൻസ് ഇമോഷണൽ കോഷ്യന്റ്. ഇമോഷണൽ കോഷ്യന്റ് കുറവായി വരുന്നതിനനുസരിച്ച് നിങ്ങൾ മെന്റലി വീക്കായിരിക്കും. ക്ലിയർ? അപ്പൊ നമ്മളെ കുഞ്ഞുങ്ങള് EQ, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റ് കൗൺസിലിംഗിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവരുടെ EQ ആണ് ടെസ്റ്റ് ചെയ്യുക. കാരണം അവർക്ക് EQ ഓക്കെ ആണോ, ഇമോഷണൽ കോഷ്യന്റ് റെഡി ആണോ. രണ്ടാമത് ടെസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററി ആണ്. എന്തിനാ? കാരണം അവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇൻവെന്ററി ഓക്കെ ആണോ. മെന്റലി ഹെൽത്ത് കുറയുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഡു യു ഗെറ്റ് മീ? ഒരു മോണോലോഗ് ആകുന്നുണ്ടോ? ബോറടിക്കണ്ടോ? യെസ് ഓർ നോ? ചാറ്റ് ബോക്സിൽ വരാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ മേക്ക് ഇറ്റ് റിയൽ ബിയോണ്ട് സ്ക്രീൻ എന്നൊരു വാചകം ഞാൻ കൊടുത്തിട്ടുണ്ട്. ബിയോണ്ട് സ്ക്രീൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രീനിൽ കാണുന്ന ലൈഫ് അല്ല എന്ന് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഓർമ്മ വേണം. ഒരു സ്ക്രീനിൽ കാണുന്ന ലൈഫ് അല്ല നിങ്ങളുടെ ലൈഫ്. ഡു യു ഗെറ്റ് മീ? റൈറ്റ്. അപ്പോൾ ഒരു സ്ക്രീനിൽ കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയാക്കി മാറ്റുന്നത് നിങ്ങളുടെ ഒരു തോട്ട്സ് ആണ്, നിങ്ങളുടെ ഒരു റിയാലിറ്റിയാണ്. ബിയോണ്ട് സ്ക്രീനിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് മെന്റലി ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് പറയും. ഓക്കെ? നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സ്നേഹമാണ്, ഇഷ്ടമാണ്, അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്താ? ഇഷ്ടമാണ്, സ്നേഹമാണ്. അത് നമുക്ക് ഒരുപാട് കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മൾ കൊടുക്കാൻ പിശുക്ക് കാണിക്കാറുണ്ടോ എന്നുള്ള അടുത്ത ചോദ്യം. നമ്മുടെ സ്നേഹം ഉണ്ടെന്ന് എങ്ങനെയാണ് അറിയുക? നമ്മുടെ ഫ്രണ്ട്സിന് വേഗം അറിയാൻ പറ്റും നമ്മുടെ സ്നേഹം. കാരണം നമ്മൾ ഫ്രണ്ട്സിനോട് തമാശ പറയും, പരിഭവം പറയും, രസങ്ങൾ പറയും, കളികളൊക്കെ പറയും. പക്ഷെ നമ്മൾ നമ്മുടെ മക്കളോട് എത്രത്തോളം പറയും? നമ്മളെ ഹസ്ബൻഡിനോട് എത്രത്തോളം പറയും? ഇനി അതൊക്കെ പറയാൻ നിങ്ങൾ ആഗ്രഹം ഉണ്ടായിരിക്കുന്നു വിചാരിക്കുക. നമ്മുടെ മദറിനോട് നമ്മൾ എത്ര പറയും? നമ്മൾ ഫാദറിനോട് നമ്മൾ എത്ര പറയും? നമുക്ക് പല സ്ഥലങ്ങളിൽ നമുക്ക് ചില ബ്ലോക്കേജുകൾ ഉണ്ടായിരിക്കാം.
ക്ലിയർ ഇല്ലേ? നമ്മുടെ പാർട്ട്ണറോട് നമ്മുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രത്തോളം നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് എപ്പോഴാണ് സങ്കടം വരിക എന്നറിയോ? നമുക്കൊരു ഐഡിയൽ സെൽഫ്, റിയൽ സെൽഫ് ഉണ്ട്. ഒരു ഐഡിയൽ സെൽഫിൽ വാട്ട് വി എക്സ്പെക്ടിങ് എന്നുള്ളതാണ്. റിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്പെക്ട് ചെയ്തൊന്നും നമുക്ക് കിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ 1000 കിനാക്കൾ ഉണ്ടെങ്കിലും ഓരോ കിനാക്കൾ ശരിയാവും എന്ന രൂപത്തിൽ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും ഇതൊന്നും നമ്മൾ വിചാരിച്ച ട്രാക്കിൽ എന്താവില്ല, ഓടുമോ? ഇല്ല. ഓടാതിരിക്കുമ്പോൾ നമുക്ക് ആ ഓട്ടം, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നവരെ ആ ഓട്ടം ക്ലിയർ ആതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും ക്ലിയർ ആവില്ല. 5 തരം ലവ് ലാംഗ്വേജ് ഉണ്ട്. പിന്നീട് ഒരിക്കൽ ലവ് ലാംഗ്വേജിന് സെഷൻ വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആ ലവ് ലാംഗ്വേജ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. നിങ്ങളെല്ലാവരും കയ്യൊന്നും ഇങ്ങനെ വെച്ചേ, അവിടെ വെച്ചോട്ടോ, ഞാൻ പറയുമ്പോൾ താത്തിയാൽ മതി. അവിടെ വെച്ചോ. ഇയാൾ എന്താണ് ഇപ്പൊ തന്നെ ഷൈനി ഇങ്ങനെ ആക്കാൻ തുടങ്ങി. ശരി, അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു കുറച്ചു നേരം ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കേ, നമ്മളിതൊരു 1 മണിക്കൂർ വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? താങ്ങത്തില്ല, കഴിയില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രയാസങ്ങളും എത്ര ചെറുതാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ എത്രത്തോളം ലോഡ് ആക്കിക്കൊണ്ടിരിക്കുന്നു അത്രത്തോളം യു കാൺ ബിയർ ഇറ്റ്. നിങ്ങൾക്ക് സഫർ ചെയ്യാൻ കഴിയില്ല. ഡു യു ഗെറ്റ് മീ? അത് നമ്മളെ ഭയങ്കരമായി ഡൗൺ ആക്കിക്കൊണ്ടിരിക്കും. കറക്റ്റ് അല്ലേ? ആ നമ്മൾ ഡൗൺ ആക്കുന്ന ഇപ്പൊ കയ്യിലെ പെയിനിൽ ഞാൻ പുറമേ നോക്കുന്ന സമയത്ത് എന്താ ഒരു കൈ ഇങ്ങനെ പിടിക്കുക, പക്ഷെ എനിക്കിപ്പോൾ എന്താ റിസ്ക്, വല്ല കാര്യമുണ്ടോ? ഒരു റിസ്ക്കും ഇല്ലാന്ന് ഞാൻ ആലോചിക്കും. പക്ഷെ അത് എടുത്തുകൊണ്ട് എത്ര സമയം കണ്ടിന്യൂസ് ആയിട്ട് സഫർ ചെയ്യുന്നു അത്രയും നേരം താങ്ങാൻ കഴിയില്ല. അത് പ്രയാസം ഉണ്ടാക്കിയിരിക്കും, വേദന ഉണ്ടാക്കിയിരിക്കും, സങ്കടം ഉണ്ടാക്കിയിരിക്കും, ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരിക്കും. ആ ബുദ്ധിമുട്ട് കാരണം ബോഡി പെയിൻ ഉണ്ടാക്കിയിരിക്കും, സൊമാറ്റിക് പെയിൻ ഉണ്ടായിരിക്കും. ഡോക്ടർ കാണിച്ചാൽ അതിന് റിസൾട്ട് കിട്ടാത്ത രൂപത്തിലേക്ക് അത് മാറിയിരിക്കും. തലവേദന ആയിരിക്കും. സോഷ്യൽ ഇന്ററാക്ഷൻ, ആരെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ അവരോട് ദേഷ്യപ്പെടാൻ തോന്നും. ആരെങ്കിലും ഒരു പാട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മിണ്ടാ ഓഫാക്കണ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാൻ വന്നെങ്കിൽ മിണ്ടാ പോയിക്കോളെ മറ്റേ നട്ടഭ്രാന്തായിരിക്കും പറയും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ റിയാക്ഷൻസും ഈ പെയിനുമായി കണക്റ്റഡ് ആയിരിക്കും. കറക്റ്റ്? മെന്റലി ഹെൽത്തി പേഴ്സൺ എന്താ ചെയ്യാറോ? യു വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എക്സാക്ട്ലി യുവർ പെയിൻ. എൻ്റെ പ്രശ്നം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഡു യു ഗെറ്റ് മീ? എനിക്ക് ഈ കാരണം കൊണ്ടാണ് എനിക്ക് പെയിൻ വന്നത്. സോ ഇത് എൻ്റെ പ്രോബ്ലമാണ്, ഞാനത് താത്തി വെക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. താത്തി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീരും. അത് നമുക്ക് ഇറക്കി വെക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊഫഷണലിസ്റ്റുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ടി വരും. കറക്റ്റ്? അപ്പോൾ നമുക്ക് ഫൈൻഡ് ലവ് എന്ന് പറയും. ദെൻ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടെന്ന് അറിയോ? ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്. നമ്മളെ കോൺഫിഡൻസ് നമ്മൾ ബൂസ്റ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെൻ്റലി ഹെൽത്തി ആവുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രോബ്ലംസ് ഒന്ന് എഴുതി വെക്കുക. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ മുമ്പ് ലൈഫ് എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 5 ദിവസത്തെ പ്രോഗ്രാം, പിന്നെ അത് 7 ദിവസമാക്കി മാറ്റി. ഈ ലൈഫ് എൻറിച്ച്മെൻറ്റ് നമ്മൾ ആദ്യം ചെയ്യാറുണ്ടായിരുന്നത് 2020 കാര്യമാണ് പറഞ്ഞത്. അത് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നില്ല. അത് ആദ്യം നമ്മൾ ചെയ്തിരുന്നത് നോ യുവർ സെൽഫ് ചെയ്യുന്നു. അതിങ്ങനെ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വാട്സപ്പ് മുഖാന്തരങ്ങളൊക്കെ സൂമൊക്കെ 20 മിനിറ്റ്സായി ഇങ്ങനെ പോയി. ആദ്യം കംപ്ലീറ്റ് വാട്സപ്പ് ചെയ്യുന്നു, പിന്നെയാണ് കുറച്ച് മാറ്റം വന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നോ യുവർ സെൽഫിലേക്ക് ഓരോ ദിവസവും കുഞ്ഞു ടാസ്ക് കൊടുത്ത് നമ്മളെ മനസ്സിലേക്ക് നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സെൽഫ് കോൺഫിഡൻസ് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെ ബൂസ്റ്റ് ചെയ്യാന്നറിയാം? നിങ്ങളെ ബൂസ്റ്റ് ആരാ? നിങ്ങളാണ്. നിങ്ങൾക്ക് ആർക്ക് ബൂസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ? നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. വേറെ ആർക്കും നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും പറയും, നിങ്ങളെ വലത്തെ കൈ ഉയർത്തി പുറത്ത് തട്ടിക്കൊണ്ടിരിക്കണം. യെസ്, അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളോട് എന്ത് പറയുന്നു അതാണ് നിങ്ങൾ. കറക്റ്റ്? ഒരു നല്ല കാര്യമാണെങ്കിൽ നമ്മൾ ഒറ്റ പറയുള്ളൂ, നിജില അടിപൊളി എന്ന് 1 പ്രാവശ്യം പറയും. കുറ്റം പറയുകയാണെങ്കിൽ ഒരു 250 വട്ടം പറയും. കറക്റ്റ് അല്ലേ? ഒരു കറി നന്നായിട്ടുണ്ടെങ്കിൽ അനീഷ അടിപൊളി ഇട്ടോ എന്ന് പറയും. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കുറ്റമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 150 വട്ടം പറയും. എന്നാലും അതങ്ങോട്ട് ശരിയല്ല, എന്നാൽ കുറച്ചും കൂടി ശ്രദ്ധിക്കേനി, ലേശം ഉപ്പ് കുറച്ചിട്ട് കുറച്ച് മുളക് കൂട്ടിയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ആശംസയാണെന്നുണ്ടെങ്കിൽ, അതായത് അഭിനന്ദിക്കലാണെങ്കിലോ, ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞു, ലിജി പറഞ്ഞു ഓക്കെ സാർ അടിപൊളിയായിരുന്നു, പിന്നെ ബാക്കിയെല്ലാം ചോദിക്കുക ലിജി പറഞ്ഞല്ലോ മതി എന്ന് വിചാരിച്ച് നമ്മളെ തള്ളും. കുറ്റാണെങ്കിലോ എല്ലാവരും ഓരോരുത്തർ ഇഷ്ടം പോലെ പറയണം. അപ്പോൾ അത് ബേസിക് മനുഷ്യൻ്റെ നേച്ചറാണ് നമ്മൾ മനസ്സിലാക്കുക. എല്ലാവർക്കും ആണാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് റെസ്പെക്റ്റ് ആണ്. സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കെയറാണ്. ഈ കെയർ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് അറിയാത്ത ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെങ്ങൾ പ്രീ മാരിറ്റലോ പോസ്റ്റ് മാരിറ്റലോ കൗൺസിലിങ്ങിൽ കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് കെയർ കൊടുക്കുന്നവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ.
ചില ആളുകൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കേസ് കണ്ടു. ആ കേസിൽ ഒരു കോർപ്പറേറ്റ് ലെവലിലാണ് അയാൾ 10 മണി മുതൽ രാത്രി 8 മണി വരെ എനിക്ക് മെസ്സേജ് മാത്രം അയക്കും, എന്നെ വിളിക്കരുതെന്ന് പറയുന്ന ഒരു കേസ്. അയാൾ ജനിച്ചതും വളർന്നതും മുഴുവൻ കോർപ്പറേറ്റ് ലെവലാണ്. സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞ് ഭാര്യയോട് പറയും രാവിലെ 10 മുതൽ 8 മണി വരെ എനിക്ക് മെസ്സേജ് ഉള്ളി, ഡോണ്ട് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആണോ? കല്യാണം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ഓക്കെ വിളിച്ചോന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു സമാധാനമാവെന്ന് വിചാരിക്കാം. നേരെ മറിച്ച് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് ഒരു 10 to 8 മണി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഡിഫറൻസ്? ഓക്കെ, കം ബാക്ക്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഫാസ്റ്റ് ആക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ട്രൈ ന്യൂ എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഈ ഇപ്പോൾ എക്സാം ട്രൈ ന്യൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. എന്തെങ്കിലും ഒരു സംഭവം എൻഗേജ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ നിങ്ങളുടെ മൈൻഡ് ഓക്കെ ആവുള്ളൂ. ട്രൈ ടു ലേൺ ന്യൂ തിങ്സ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂറോൺസ് ആണെങ്കിൽ പുതിയ പുതിയ സംഭവങ്ങൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ആ പഴയ നോളജ് മാത്രം അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? നമ്മളെ ഈ പിന്നെ സൈക്കോളജി കോഴ്സ് ചെയ്യുന്ന കുട്ടികളെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. കാരണം നിങ്ങൾ ഒരു സ്റ്റേജ് വരെ ഒരു 10 കൊല്ലോ ഒരു 15 കൊല്ലമൊക്കെ മുമ്പ് പഠനം നിർത്തിയിട്ട് രണ്ടാമത് നമ്മുടെ കോഴ്സിലേക്ക് വന്നപ്പോൾ ആ കോഴ്സ് നിങ്ങളിൽ ഉണ്ടാക്കിയൊരു ചേഞ്ച് ഉണ്ട്. കറക്റ്റ്? ശൈല ഡോക്ടർ പറഞ്ഞു എക്സാക്ട്ലി. കണ്ടോ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നൊരു മാറ്റം ഉണ്ട്. അതിൽ നിങ്ങൾ അറിയാതെ ഹാപ്പിനെസ് വരുന്നു, നിങ്ങളുടെ ഡോപ്പമിൻ മാറുന്നു, നിങ്ങളുടെ കെമിക്കൽസിൽ ചേഞ്ചസ് വരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് ആൻഡ് റെസിലിയൻസ് എന്ന് പറഞ്ഞ ടെർമിനോളജി ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെസിലിയൻസ് എന്ന് പറയുന്നത് നമ്മൾ തകർന്നുകൊണ്ട് വീണിട്ട് അവിടെ നിന്ന് അങ്ങനെ ഗണീറ്റ് വരുന്നൊരു കപ്പാസിറ്റി നമ്മൾ റെസിലിയൻസ് എന്ന് പറയാം. നമ്മളെ കുട്ടികൾക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. റെസിലിയൻസ് കുറവാണെങ്കിൽ നിങ്ങളുടെ മെൻ്റലി ഹെൽത്ത് കുറവാണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ വാട്ട് ക്യാൻ വി ഡു എന്നുള്ളതാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമ്മൾ അക്കംപ്ലിഷ് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് തന്നെ ഒരു ഗുഡ് ഇടുക, നമുക്ക് തന്നെ അടിപൊളിയാണെന്നില്ല. നിങ്ങൾക്ക് ഡയറി ചെയ്യുന്ന ആളുകളായിരിക്കും ഡെയിലി ആയിട്ട് ഞാൻ ഇന്നൊരു പുതിയ ഒരു മിനിറ്റ് ഡയലോഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്, അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷാക്കിർ ഭായിൻ്റെ ഡയലോഗാണ് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ ഈ വെരി ഗുഡ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് തന്നെ നമ്മൾ മാർക്ക് ഇടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മുടെ സ്വാധീനം ഇൻഫ്ലുവൻസ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് തൊട്ടടുത്തുള്ള BRC സെൻറ്റേഴ്സിലേക്ക് ഒന്ന് പോവാം, ബഡ്സ് റീഹാബിലിറ്റി സെൻറ്ററിലൊക്കെ. അവിടെ കുട്ടികളൊക്കെ ഒന്ന് കാണാം, ലേശം മുട്ടായി കൊടുക്കുക, ഓരോ പാട്ടിലേക്ക് പങ്കെടുക്കുക, തിരിച്ചു പോരുക. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിൽ ഹാപ്പിയാവും, ഞാൻ എത്ര ബ്ലെസ്ഡ് ആണെന്നുള്ളൊരു തോട്ട് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ദെൻ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട സംഭവങ്ങൾ എന്ന് കഴിഞ്ഞാൽ റിലാക്സേഷൻ ടെക്നിക്സ്. ഒരു ശ്വാസം എടുത്ത് എല്ലാവരും അവിടെ പിടിച്ച് കുറച്ചു നേരം വെച്ചിട്ട് എൻ്റെ മനസ്സിലുള്ള എല്ലാവിധ പ്രയാസങ്ങളെയും പരിഭവങ്ങളെയും കംപ്ലീറ്റ് ചെയ്യാൻ പുറത്ത് വിടുക എന്ന് പറഞ്ഞ് വായിലൂടെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ റെഗുലറായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മൈൻഡ് അറിയാതെ ഇതൊരു നാച്ചുറൽ പ്രോസസ് ആവുകയും നിങ്ങളെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ബോഡിയിൽ നിന്ന് നെഗറ്റീവ് എനർജി പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ ചെയ്യാനുള്ളത് കുറേ ഗൈഡഡ് ഇമേജറി മെഡിറ്റേഷൻ സംഭവങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ ഒറ്റയടിക്ക് പറയാൻ കഴിയത്തില്ല, അത് ചെയ്യിപ്പിക്കാനുള്ളത് അത് നെക്സ്റ്റ് ഏതെങ്കിലും സെഷൻസിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കത് പിന്നീട് പറയാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി നമ്മുടെ മെൻ്റലി ഹെൽത്ത് കുറവാണെന്ന് വിചാരിക്കും, ഹെൽത്ത് ഇച്ചിരി കുറവാണ്. എനിക്കിപ്പോൾ തന്നെ എനിക്ക് പേടിയുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ നമുക്ക് ആങ്സൈറ്റി ഉണ്ടോ, നമുക്ക് സങ്കടമായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഡെയിലി ലൈഫിൻ്റെ ഫങ്ഷനിങ്ങിന് അത് ബാധിക്കുന്നുണ്ടോ? നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും റെക്കഗ്നൈസ് ദ സൈൻ എന്ന് പറഞ്ഞ ഏരിയ. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫീലിങ്സിന് എന്തെങ്കിലും പ്രയാസം വരുന്നുണ്ടോ, എനിക്ക് പെർസിസ്റ്റൻസ് ആയിട്ട് ദുഃഖങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു ഏരിയകൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ എനിക്ക് എന്തെങ്കിലും ഫങ്ഷൻ ഡെയിലി ലൈഫ് എനിക്ക് ജീവിതത്തിൽ എനിക്ക് കുളിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് അതൊന്നും എനിക്കൊന്ന് കണക്ട് ആകാൻ പറ്റുന്നില്ലേ? സോ യു ഷുഡ് സീക്ക് ഹെൽപ്പ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഗൈഡൻസുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾ ലൈഫിലെ തെറാപ്പിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ കൗൺസിലേഴ്സിനെ കാണുക, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ കാണുക. നിങ്ങൾക്കത് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് ഡീൽ ചെയ്ത് പോകണം. പിന്നെ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം, നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യണം. എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്, എന്താണ് നിങ്ങളുടെ വീക്ക്നെസ്. ഇത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പ്രൊഫഷണൽസിനെ കാണണോ വേണ്ടയോ. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്നു, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനെ ബാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആരെ കാണണം, ഒരു സൈക്കോളജിസ്റ്റ് നിങ്ങൾ കണക്ട് ചെയ്യണം. നേരെ ഗൂഗിൾ എടുക്കുക, ഷാഫി കളത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക, കോൺടാക്ട് നമ്പർ ടൈപ്പ് ചെയ്ത് അതിൽ വരും, നിങ്ങൾ കണ്ടോളൂ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ തമാശ പറഞ്ഞാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഫഷണൽസിനെ നിർബന്ധമായിട്ടും കണക്ട് ചെയ്യണം. ഓക്കെ, ദെൻ ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഫൈനലി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് ഏറ്റവും നമ്മളൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുക. റിമെമ്പർ ദ 5 എന്ന് പറയുന്നുണ്ട് അല്ലേ. ഒന്ന് കണക്ട് ടു അതേഴ്സ്, മൂവ് യുവർ ബോഡി എന്നാണ് ഫിസിക്കൽ എക്സസൈസ്. നെക്സ്റ്റ് വൺ ലേണിംഗ് ന്യൂ തിങ്സ്. 4 ഗിവ് ബാക്ക്.
ആൻഡ് ബി മൈൻഡ്ഫുൾ. മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണ് നമ്മൾ പ്രസൻറ്റ് കണ്ടീഷൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഈ പ്രസൻറ്റ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ആണ് ഓർമ്മ വന്നത്. ഈ വീഡിയോ ഒന്ന് കാണേ. ഇത് अब हमारे यहाँ इनका ख्याल रखने के लिए तो कोई है। मैं और मेरी मिसेस दोनों ही काम पे निकल जाते हैं सुबह। क्या करें? अब ख्याल रखिएगा इनका, हम आते रहेंगे। चलता हूँ मैं। एक बार देख तो लो मेरी तरफ, जा रहा हूँ मैं। ध्यान रखियो अपना। क्या पियेंगे माता जी? सुबह उठते ही मेरे बेटे को अदरक वाली चाय चाहिए, और वो भी मेरे हाथ की बनाई हुई, और किसी की पसंद नहीं। पता नहीं अब क्या करता होगा। फोन करके देखो, शायद बात हो जाएगी मेरे बेटे से। किया था माँ जी, उठाया नहीं। बिजी रहता है ना, हफ्ता हफ्ता बाहर गाँव रहता है, खाने का नहीं, पीने का नहीं, सारा दिन काम काम काम। चीज बहुत पसंद है, पिज्जा का तो बड़ा शौकीन है पहले से। जग से हारा नहीं मैं, खुद से हारा हूँ माँ। एक दिन चमकूंगा लेकिन तेरा सितारा हूँ माँ। ये पिज्जा तूने ऑर्डर किया ना मेरे लिए? ये पसंद है ना? तेरी आह वो पहचाने, दिल में है क्या वो सब जाने। तेरा चेहरा वो पढ़ लेगी, तेरा हर दर्द समझेगी। तुझे देख कर है जिंदा, तुझ में है जिसका जहां वो। നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഹിന്ദി അറിയുമെന്ന് എനിക്കറിയില്ല. അതിൽ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അമ്മനെ ഭയങ്കരമായിട്ട് ഈ ഒരു കൊണ്ടുവന്ന് ഭയങ്കര ഫീലിംഗ് ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മനെ ആ വൃദ്ധസദനത്തിലാക്കിയതിലല്ല സങ്കടം. അമ്മ പിറ്റേന്ന് നേരം വെളുത്ത സമയത്ത് ചായ കൊടുക്കുമ്പം അമ്മ പറയാണ്, എൻ്റെ മകൻക്ക് എന്നും രാവിലെ എൻ്റെ കൈ കൊണ്ട് ചായ കിട്ടിയാൽ മാത്രമേ അവൻ കുടിക്കുള്ളായിരുന്നു. അവൻ എപ്പോഴും ബിസിയാണ്, അവൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് അമ്മൻ്റെ വിഷമം. മൂന്നാമത്തത്, അവൻക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ എനിക്ക് പിസ്സ എങ്ങനെയെങ്കിലും വാങ്ങണം. സി ആൾവേസ് ഫോക്കസിങ് ഓൺ ദ സൺ. ഒരു പരാതിയില്ല, പരിഭവമില്ല, പ്രയാസങ്ങളില്ലാതെ മീൻസ് രണ്ട് കാര്യങ്ങളാണ് അവർ ചെയ്തത്. ഒന്ന് മെൻ്റലി ഹെൽത്തി ആയതുകൊണ്ട് അവർ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തു. രണ്ടാമത് അവർ ചെയ്തത് ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചിട്ടാണ് ചിന്തിച്ചത്. നമുക്കൊന്നും ഒരിക്കലും വരാതിരിക്കട്ടെ സിറ്റുവേഷൻസ്. ഞാൻ പറയുന്നത് മെൻ്റലി ഹെൽത്തി പേഴ്സണായി നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരെ നിങ്ങൾ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരുടെയും മെൻ്റൽ ഹെൽത്ത് സ്ട്രോങ് ആണോ അല്ലേ നമുക്ക് അറിയില്ല. അതുകൊണ്ട് പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. പബ്ലിക്കായിട്ട് ഇൻസൾട്ട് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും നമ്മളെ കൂട്ടത്തിൽ. അതുകൊണ്ട് ഒരിക്കലും അവരെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കാര്യങ്ങളെ
അയാളുടെ ഒരു സാൻഡ്വിച്ച് ടൈപ്പിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഒന്ന് ഏറ്റവും അയാളെ കുറിച്ച് നല്ലത് പറയുക, പിന്നെ കാര്യം മനസ്സിലാകുന്ന രൂപത്തിൽ വൃത്തിക്ക് പറഞ്ഞു കൊടുക്കുക, then again വീണ്ടും നല്ലത് പറഞ്ഞിട്ട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, നമ്മൾ കൂടുതൽ ആളുകളെ ഹെൽത്തി ആക്കി മാറ്റുക, മെൻ്റലി ഹെൽത്തി ആക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമ്മളെ കൂടുതൽ നമ്മളെ മക്കൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണോ, നിങ്ങൾ രാവിലെ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ തെറാപ്പി ചെയ്യുന്നുണ്ടോ, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾ പേടിയാണ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഉള്ളിൽ മെൻ്റൽ ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ കോൺഫിഡൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഉള്ളിൽ കോൺഫിഡൻസ് വന്നുകൊണ്ടിരിക്കും. ഇനി അഥവാ ഒരു പേടിയോ കാര്യങ്ങളോ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ തെറാപ്പി ബ്രീത്തിങ് തെറാപ്പികളൊക്കെയാണ്. അത് പറ്റുന്നില്ല എങ്കിൽ പ്രൊഫഷണൽസിനെ കണ്ട് ഗൈഡഡ് ഇമേജ് പോലുള്ള ബ്രീത്തിങ് തെറാപ്പികളൊക്കെ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുക. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹം നമ്മൾ കാണിക്കുന്നതും ബഹുമാനം കാണിക്കുന്നതും ഇഷ്ടം കാണിക്കുന്നതെല്ലാം നമ്മുടെ മൈൻഡ് മെൻ്റലി ഹെൽത്തി ആകുമ്പോഴാണ്. നമ്മളെ ഭാര്യയെ, കുഞ്ഞുങ്ങളോ ബാക്കിയുള്ള ആളുകളോ ഒരു മൂഡായിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കുമ്പം അവർക്ക് എന്തോ ഒരു പ്രയാസം ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള സ്കില്ലുണ്ടായിരിക്കുക. സിറ്റുവേഷൻസ് മാറി മാറി ഒളിച്ചോടി പോയിക്കൊണ്ടിരിക്കുന്നു, ഭക്ഷണത്തിന് ഇഷ്യൂസ് വരുന്നു, ഉറക്കിന് ഇഷ്യൂസ് വരുന്നു, മറ്റു പല കാര്യങ്ങളിലും ഡീവിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നെങ്കിൽ, സൂയിസൈഡ് തോട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ എവിടേക്കോ മെൻ്റലി ഹെൽത്ത് ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വരുന്ന മെൻ്റലി ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ അത് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ്റെ ഭാഗമാണ്. അത് ആ കുട്ടിക്ക് പണ്ടേ മാനസിക രോഗം ഉള്ളത് കൊണ്ടല്ല, അത് ആ കുട്ടിയുടെ ശരീരത്തിലെ ഹോർമോൺസിൽ മാറ്റം വരുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത് മനസ്സിലാക്കുക. ഒരു 50-52 കഴിഞ്ഞതിന് ശേഷം ഒരു ശരീരത്തിന് ക്ഷീണമോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ബിഹേവിയർ മൂഡ് ഡിസോർഡർ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ മെനോപോസിൻ്റെ കാരണത്താൽ ആയിരിക്കാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മനെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ കെയർ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു 60-65 കഴിഞ്ഞതിന് ശേഷം ന്യൂറോ കെമിക്കൽ ഇംബാലൻസസ് വരികയോ അല്ലെങ്കിൽ സ്ട്രോക്ക് വരികയോ ചെയ്തിട്ട് നമ്മൾ എത്ര കെയർ ചെയ്താലും ചിലപ്പോൾ നമ്മോട് ഇങ്ങോട്ട് ഒരു നന്ദി കാണിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നോക്കിയിട്ടില്ല എന്ന് വരുന്ന ആളുകളോടൊക്കെ പരാതി പറയുന്ന ഫാമിലി മെമ്പേഴ്സിൽ ചില പ്രായമുള്ള ആളുകളുണ്ടായിരിക്കും. അവരുദ്ദേശിക്കുന്നത് നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ കൂടുതൽ കെയർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സയൻറ്റിഫിക് ആയിട്ട് കോഗ്നിറ്റീവ് ലെവലിൽ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ എല്ലാവരുടെയും ലൈഫ് മെൻ്റൽ ഹെൽത്ത് ഭയങ്കര അടിപൊളിയായിട്ട് മാറട്ടെ. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ കുറഞ്ഞ സമയമാണെന്നുണ്ടെങ്കിലും 1 മണിക്കൂറോളം നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. 1 മണിക്കൂറോളമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കും നമ്മളെ മക്കൾക്കും നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ട് പോകാൻ സാധിക്കട്ടെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകങ്ങൾ ചെയ്യേണ്ടത്, ഡോണ്ട് ട്രൈ ടു കോപ്പി എനിവൺ, ആരെയും നിങ്ങൾ കോപ്പി ആക്കരുത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക് ഹെൽപ്പ്. ആരോടെങ്കിലും സഹായം ചോദിക്കാൻ, എനിക്കൊരു പ്രയാസം ഉണ്ടടാ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കൺസൾട്ടിങ് വേണമെന്ന് പറയാൻ നിങ്ങൾ ആരോടും മടിക്കരുത്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബി യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളായിരിക്കുക. ഓക്കെ. നാലാമത്തത്, ഇടയ്ക്ക് നിങ്ങൾ ചോദിക്കുക, ആർ യു ഓക്കെ, നീ ഓക്കെ അല്ലടാ, സെറ്റ് അല്ലടാ, അടിപൊളിയല്ലടാ എന്ന് ഇടയ്ക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതികൾ നമ്മൾ ചെയ്തു എന്നുള്ള സന്തോഷത്തിൽ നമുക്കിരിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഫാമിലി ആവട്ടെ, സന്തോഷമാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ ഒരു പ്രസൻറ്റേഷൻ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ കുറച്ച് ഫീഡ്ബാക്സുകളൊക്കെ ആവാം. Sir, can you hear me? Yes. Thank you so much, sir. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്. കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയുള്ളൂ. സർ വളരെ യൂസ്ഫുൾ ആയിരുന്നു. വളരെ നല്ല കാര്യങ്ങളാണ് കേട്ടത്. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്, സർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. Good evening, everyone. കേൾക്കുന്നുണ്ടോ? Yes. Thank you, sir, for the session. ഞാൻ ഈ സെഷന്റെ ഹെഡ്ലൈൻ കണ്ടിട്ടാണ് കയറിയത്. കാരണം മെന്റൽ ഹെൽത്ത് ഡേ ആണ്. പോസിബിളി നമുക്ക് അതിനോടുള്ള വേറൊരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കുറച്ച് തിരക്കായപ്പോ അറ്റ്ലീസ്റ്റ് ഈവനിങ് അങ്ങനെ വന്നു കഴിഞ്ഞാല് ഞാൻ തന്നെ ചോദിച്ചിരുന്നു ആം ഐ ഓക്കെ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് സെഷൻ ഒന്ന് കയറി നോക്കാം ഓക്കെ ആവോ കംപ്ലീറ്റ്ലി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് വാസ് നൈസ്. നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഒരു 1 hour പോയത് അറിഞ്ഞില്ല. കുറച്ചും കൂടെ ഒന്നും കൂടെ റിഫ്ലക്ട് ചെയ്യാനും നന്നായിട്ട് ഈ ഒരു സെഷൻ ഹെൽപ്പ് ചെയ്തു. താങ്ക്സ് എ ലോട്ട്.
ഗുഡ് ഈവനിങ് എവറി വൺ. രാഹുൽ സാറെ, താങ്ക് യു വെരി മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്ത് ഡേ ആയതുകൊണ്ട് നമ്മൾ പലരും നമ്മളോട് ചോദിക്കാത്ത കുറേ ചോദ്യങ്ങളും അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് സാറ് പറഞ്ഞു. ഇതൊരു വലിയൊരു തിരിച്ചറിവിന്റെ ഒരു ദിവസം കൂടിയാണ്. തീർച്ചയായിട്ടും വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ഫോർ യു സർ, ആൻഡ് താങ്ക് യു എവറി വൺ. സാർ ഗുഡ് ഈവനിങ്. ഞാൻ നിസ. സാറിന് ഓർമ്മയുണ്ടല്ലോ, മറന്നിട്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴും ഞാൻ ഓർത്തത് യൂണിവേഴ്സലിൽ വന്ന ശേഷമാണ് എനിക്ക്. നമ്മളൊക്കെ ധാരാളമായിട്ട് സംസാരിക്കും. അത് പല വിധത്തിലുള്ള കേൾവിക്കാരായിരിക്കും. കുട്ടികളായിരിക്കും, മുതിർന്നവരായിരിക്കും, അങ്ങനെ പല ഏജ് ഡിഫറൻസ് ആയ പല സിറ്റുവേഷനിലുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ഇവരോടൊക്കെ ഒരേ ട്യൂണിലുള്ള സംസാരങ്ങളായിട്ടൊക്കെ ഇരുന്നു ഒരു പക്ഷെ ഞാൻ തന്നെ പോയിട്ടുണ്ടാവുക. യൂണിവേഴ്സലിൽ വന്നതിന് ശേഷമാണ് ഒരു മനുഷ്യനോട് ശരിക്ക് ആ ഓരോ അവസ്ഥയിലും എങ്ങനെ സംസാരിക്കണം എന്നത് സാറിന്റെ ആ പെരുമാറ്റവും ആ ടോക്കും കണ്ടിട്ടാണ്, സാറിന്റെ മാമിന്റെ ഹുസൈന മാമിന്റെ ടോക്കും കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോ ആ രീതിയിൽ സംസാരിച്ചപ്പോ എല്ലാവരും എന്നോട് ഇങ്ങോട്ട് കൂടുതൽ അടുത്ത് വരാൻ തുടങ്ങി. അത് യൂണിവേഴ്സലിൽ വന്നൊരു എന്താ പറയുക, എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. അതിന് സാറിനോടും മാമിനോടും വലിയൊരു താങ്ക്സ് പറയാം. ഓക്കെ സാർ. നെക്സ്റ്റ് ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ അഭിപ്രായം പറഞ്ഞാൽ നല്ലതായിരുന്നു. ഗുഡ് ഈവനിങ് സാർ. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ആക്ച്വലി മെന്റൽ ഹെൽത്ത് ഡേക്ക് പറ്റിയൊരു സെഷൻ ആയിരുന്നു. ഇൻഫോർമേറ്റീവ് ആണ്. 1 hour ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സാർ. എന്നും നമ്മളിപ്പം ശരിക്കും സാറിന്റെ സ്റ്റുഡന്റ് ആണ്. അപ്പോൾ എന്തായാലും സാറിന്റെ എല്ലാ സമയത്തെ ക്ലാസ്സും നമുക്ക് വളരെയേറെ പ്രചോദനം കിട്ടുന്ന ക്ലാസ്സാണ്. ശരിക്കും ഇതിൽ ഇനി ഇപ്പൊ ക്ലാസ് നെക്സ്റ്റ് ബാച്ച് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ സാറിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. PG ഡിപ്ലോമന്റെ 1 year ക്ലാസ് ആണ്. വീക്കിലി ഒരു ദിവസം ഓൺലൈനും മന്ത്ലി ലാസ്റ്റ് സൺഡേ ഓഫ്ലൈൻ ആയിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ പുതുതായിട്ട് വന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്. അധികവും ഇതിൽ ക്ലാസ്സിൽ ഉള്ള ആൾക്കാരുണ്ട്, സീനിയേഴ്സും ഉണ്ട്, അതുപോലെ ഫാമിലി ഫ്രണ്ട്സും ഉണ്ട്. അപ്പം ആർക്കാണെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആരെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോവാണ്. ആരെങ്കിലും ഓക്കെ, വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി നമ്മൾ LD സ്റ്റുഡന്റ് ആയ ഷഫ്ന എന്നെ ക്ഷണിച്ചോളൂ. ഗുഡ് ഈവനിങ് എവ്രിവൺ. ഇന്നത്തെ വോട്ട് ഓഫ് താങ്ക്സ് പറയാനുള്ള അവസരം കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. ആദ്യമായി മനോഹരമായ അവതരണത്തിന് ഷെജിന ഷമീർ, കൗൺസിലർ സൈക്കോളജി സ്റ്റുഡൻറ്, പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ശേഷം സുന്ദരമായ പ്രാർത്ഥന നിർവഹിച്ച സുൽഫത്തിനും ആകർഷണവും സൃഷ്ടിപരവുമായ പോസ്റ്റർ നിർമ്മിച്ചതിന് സൊഫാനെയും ഹൃദയപൂർവ്വം നന്ദി പ്രഖ്യാപിക്കുന്നു. പ്രചോദനാത്മകവും അറിവും പകർന്ന ഷാഫി സാറിന്റെ സെഷന് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സഹപ്രവർത്തകർക്കും മറ്റു ഓൺലൈനായി പങ്കെടുത്ത മറ്റെല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. വൺസ് അഗൈൻ താങ്ക്സ് ഓൾ. ഗുഡ് നൈറ്റ്. സാർ അതിന്റെ പേരല്ലേ? ഓക്കെ.